ബാലുവിനെ സൃഷ്ടിച്ച അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. അതെന്താണ്? ഭാര്യയാണ് അച്ഛനും അമ്മയാണോ വലുത്? മകൻ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും അവിടെ ഇരിപ്പുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അവരെക്കുറിച്ച് സംസാരിക്കാനുള്ള? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാമുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് കയറി പറയരുത്. അപ്പനും അമ്മേനേക്കാളും വലുതല്ല ഭാര്യ. ഈ അഭയ കേസിൽ ഈ തെണ്ടികളായ CBI എവിടെയായിരുന്നു? നിൽക്കുക നിങ്ങൾ ഇടയ്ക്ക് കയറി സംസാരിക്കല്ലേ? ഈ 4 എണ്ണം കഴിഞ്ഞപ്പോഴും ഈ ഉണ്ണാക്കന്മാരെ എവിടെയായിരുന്നു? ഇവരെവിടെയായിരുന്നു ഇതിൻ്റെ അകത്ത് നിൽക്കണേ? അവർക്ക് അപ്പോൾ കണ്ടെത്താൻ പറ്റണമായിരുന്നു, ആദ്യം കണ്ടെത്തണമായിരുന്നു. അപ്പോൾ CBI നിങ്ങൾ മഹത്വവത്കരിക്കുകയൊന്നും ചെയ്യണം. CBI അമാനുഷികരൊന്നും അല്ല. ബാലുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും മറുപടി കൊടുക്കാൻ പറ്റില്ല എന്ന് അവള് പറഞ്ഞേക്കണത്. എനിക്കറിയാവുന്ന എല്ലാ പത്രക്കാരും അവരെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പത്രസമ്മേളനം വിളിക്കേണ്ട ആവശ്യം എനിക്കുണ്ടായില്ല. അവർ മനോരമ മാത്രം നടത്തി തന്നെ ബാക്കിയുള്ള ഇനി സാറ്റലൈറ്റുകാരും വാർത്ത കൊടുക്കില്ല. ഈ ഒരു ചാനലിന് കൊടുത്തപ്പോൾ ലൈവ് അല്ലല്ലോ, അത് ലൈവ് അല്ലായിരുന്നല്ലോ. ഒരു പോലീസ് ഓഫീസിലോ ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസിലോ നിങ്ങൾ ചെന്നു തെളിയിച്ചാൽ ഞാൻ ഈ പരിപാടി ഇവിടെ ഒരു കേസ് അന്വേഷിക്കുന്ന ആരാണ്? ചാനലാണോ? കേരളത്തിലെ ചാനലുകളാണ് ഇവിടുത്തെ കേസ്. അല്ല, ചില കേസുകൾ ഇപ്പോൾ ഈ കേസ് ഇത്രയും പൊക്കിക്കൊണ്ടുവന്ന ചാനലുകൾ തന്നെയാണ്. നിങ്ങൾ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ് എഗ്രി ചെയ്തു 100%. ഞാൻ തർക്കിക്കാനില്ല, അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കണമെങ്കിൽ എനിക്ക് അതിന് മറുപടി പറയാനില്ല. അവർ അതിൻ്റെ അകത്ത് ഇരുന്ന മെയിൻ ഒരു വിറ്റ്നസ്സാണ്. അവർ മറുപടി എന്നിട്ട് ഒരു ചാനലിൽ മാത്രം പോയി മറുപടി പറഞ്ഞാൽ എന്ത്? കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നടക്കുന്നു ആളുകൾക്കും അല്ല അവരുടെ മറുപടി. അവരെ വിശ്വസിക്കുന്ന, അവരെ ഇഷ്ടപ്പെടുന്ന, ബാലഭാസ്കർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്താണ് ഈ കേസിൽ സംഭവിച്ചതെന്നുള്ള ഒരു മറുപടി മാത്രമാണ്. 5 മിനിറ്റ് നിങ്ങൾ മിണ്ടായിരുന്നാലേ ഞാൻ സംസാരിക്കുള്ളൂ. ഇല്ല, ഞാൻ സംസാരിക്കില്ല. ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വഴിയെ പോയ ആളല്ല. പിന്നെ നിങ്ങൾ എന്നെ പറഞ്ഞ് എന്നെപ്പോലെ ഉള്ളവർക്ക് പറഞ്ഞു എനിക്ക് അവരുടെ മറുപടിയുടെ ഒന്നും ആവശ്യമില്ല. ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പനും അമ്മയും തന്നെയാണ് വലുത്. വലിയ മറുപടി വേണ്ട, എനിക്ക് അവരുടെ അവസരത്തിലൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഇവരും നിങ്ങളും ഇപ്പോൾ പറഞ്ഞ അനുസരിച്ചിട്ട് ബാലുവിൻ്റെ അച്ഛനും അമ്മേനെയാണ്, ആ പ്രായം ചെന്ന അച്ഛനും അമ്മേനെ തന്നെയാണ് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യണത്. അതായത് ബാലുവിൻ്റെയും ലക്ഷ്മിയുടെയും വിവാഹം കഴിയുന്നത് ബാലുവിൻ്റെ 22ാമത്തെ വയസ്സിലാണ്. ആദ്യമായിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കയറ്റിയില്ല. ലക്ഷ്മിക്കും ബാലഭാസ്കറിനും ഒക്കെ യാതൊരു പരിഭവവും ഇല്ലാണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു, ശശികുമാർ സാർ എന്ന് പറഞ്ഞാൽ. ഒരു കാര്യം, അമ്മേനെ അംഗീകരിക്കാത്ത മകൾ എന്താണെന്ന് ഞാൻ ചോദിക്കണം. ഒരു അമ്മേനെ അംഗീകരിക്കാത്ത മകളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംസാരിക്കും? ഭർത്താവ് നഷ്ടപ്പെട്ടൊരു സ്ത്രീയാണ് അവരെ വീട്ടിൽ ഇത്രയും കാലം നോക്കാൻ അംഗീകരിച്ചില്ല എന്ന് പറയരുത്. കാരണം ഇവർക്ക് വീട് വാടകയ്ക്ക് കൊടുത്തൊക്കെ എടുത്തു കൊടുത്ത് ഉണ്ണിച്ചേട്ടനാന്ന് ഏതൊരു ചാനലിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ല, എൻ്റെ കയ്യിൽ കുറച്ച് തെളിവുണ്ട്, ഞാൻ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വെക്കുള്ളൂ. കുറച്ചാണ് മീഡിയക്കാർക്ക് കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത്ര വിശ്വാസം ഇല്ലാത്ത സാധനത്തിൽ നിങ്ങൾ ഇനി ആരോടെ എന്തെങ്കിലും മറച്ചു വെക്കണം? കൊല്ലത്ത് ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചിട്ട് അവർക്ക് പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഓർമ്മയുള്ളൂ എന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ആ കാര്യമാണ് അവർ ഇപ്പോൾ ചാനലിൽ പറഞ്ഞത്. ആദ്യം പറഞ്ഞു ഏത് പൊതി മേടിച്ചോണ്ട് എന്ത് പൊതിയെ മേടിച്ചോണ്ട് അത് ഞാൻ അറിയണേ എങ്ങനെയാ? ബ്ലോക്ക് ആരെയൊക്കെ കണ്ടോടെ? കണ്ട ആൾക്കാരുടെ പേര് നിങ്ങളോട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഞാൻ വിളിച്ചു ഇപ്പോൾ ഇവിടുന്ന് ആ കാറ് കിടക്കുന്ന വെട്ടത്തിൽ ഒരു ഇരുണ്ട വെട്ടത്തിൽ തന്നെ ആൾക്കാരുടെ ഷേപ്പ് കാണാൻ പറ്റില്ല. ഒരു ബെർമോഡ് ഇട്ട ആൾ, ഒരു കാവ്യ മുണ്ടെടുത്ത ആൾ, മാതാപിതാക്കൾക്ക് റൈറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അവരുടെ ആവശ്യമാണ് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം, അവരുടെ ആവശ്യം. എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യണില്ല? ലക്ഷ്മി എന്തുകൊണ്ട് പറയണില്ല? ഞാൻ പറഞ്ഞു അവർക്കൊന്നല്ല ഇതെല്ലാം അറിയായിരിക്കും, അല്ലെങ്കിൽ അവർ ആരെങ്കിലും പേടിക്കണ്ടായിരിക്കും. ഈ 2 സത്യമുള്ളവരെ ഞാൻ പറഞ്ഞേക്കണേ. കലാഭവൻ സോബിക്ക് എന്ത് ലാഭമാണ് ഈ ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാക്കുന്നതുകൊണ്ട് കിട്ടുന്നത്? കേക്ക് കലാഭവൻ സോബി എന്ന് പറയുമ്പോൾ ഇപ്പറ കലാഭവൻ എൻ്റെ അപ്പൻ്റെ പേരല്ല എഴുതേക്കണ, കലാഭവൻ. അപ്പോൾ ആ പേരാണ് എൻ്റെ അപ്പൻ. അപ്പോൾ അവിടെ നിന്നുണ്ടായതാണ് കേസ്. അപ്പോൾ അത് നിങ്ങൾ അന്വേഷിക്കണം. ഇവയുടെ ഓഫീസിൽ പോയി എഴുതി കൊടുത്തേക്കണയാണ് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം, അത് ലൈവ് ഇടണമെന്നും പറഞ്ഞുകൊണ്ട്. ആ ലൈവ് ഇടണമെങ്കിൽ മാത്രമേ നമ്മളതിന് സമ്മതിക്കുള്ളൂ. പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ ആരെങ്കിലും ഉണ്ടോയെന്ന് ആ കൊച്ചു ചോദിച്ചു. അപ്പോൾ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നെ അനുസരിച്ചിട്ട് ബാലഭാസ്കരനെ ആരും കൊന്നതല്ല, അവരെ വണ്ടി പോയി ഇടിച്ചാണ്, ലക്ഷ്മി വിശുദ്ധയാണ്, ഇതല്ലേ ഞാൻ സംബന്ധിച്ച് പ്രശ്നം തീർന്നില്ല. ശരിക്കും കഴിഞ്ഞ ദിവസം ഒരു 10 ദിവസങ്ങൾക്ക് മുന്നെയാണ് ലക്ഷ്മിയുടെ ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെ അഭിമുഖം വരുന്നത് മനോരമയിൽ. അപ്പോൾ അതിനുശേഷം അവർ വ്യക്തമായിട്ടും കൃത്യമായിട്ടാണ് ഓരോ ചോദ്യങ്ങൾക്ക് നൽകുന്നത്. അതിനൊരു മറുപടിയും പറഞ്ഞിട്ട് അടുത്തേക്ക് പോവാം. അവർ ഒരു പത്രസമ്മേളനം അല്ലായിരുന്നു നടത്തേണ്ടിയിരുന്നത്. അതിപ്പം ചേട്ടൻ പത്രസമ്മേളനം അല്ലല്ലോ അടുത്ത്, ചേട്ടൻ ഓരോ മീഡിയയും വിളിച്ചിട്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. അത് ഞാൻ എല്ലായിടത്തും പോകില്ലേ ഇപ്പം? ഞാൻ ചേട്ടൻ പത്രസമ്മേളനം അല്ലല്ലോ. അല്ല, എനിക്ക് പത്രസമ്മേളനം നടത്താൻ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ പോകും. അത് വിളിച്ചില്ലല്ലോ. അവരെ വിളിച്ചത് അവരെല്ലാവരും കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് ഒന്നായ മനോരമയാണ് അവർ അപ്രോച്ച് ചെയ്തത്. ഇതിനു മുമ്പ് കൃത്യമായിട്ടുള്ള മറുപടി അവർ ചോദിച്ച ചോദ്യങ്ങൾ കാണാൻ മറുപടി. അല്ലല്ല, അപ്പോൾ നിങ്ങൾ പത്രസമ്മേളനം കൊടുക്കണം എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ട്. ഞാൻ പറയട്ടെ, ഇവരെ പത്രസമ്മേളനത്തിന് വിളിച്ച് 100 ഏത് പത്രക്കാരെ വിളിക്കാത്ത ചേട്ടൻ അഭിമുഖം അല്ലേ കൊടുത്തത്? ചേട്ടൻ പത്രസമ്മേളനമാണ് കൊടുത്തത്? അല്ല, ഞാൻ സാക്ഷിയല്ലേ ഉള്ളൂ. ഞാൻ സാക്ഷിയുള്ളൂ. അല്ല, ഞാൻ 6 വർഷമായിട്ട് ഈ കേസിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വ്യക്തമായിട്ടുള്ള ആള് കലാഭവൻ ശോഭി എന്ന് പറഞ്ഞ ആളാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയാണ്. അതല്ലാണ്ട് മറ്റാരും ഈ ബാലഭാസ്കറിന്റെ മരണത്തിൽ സംശയം ഉന്നയിച്ചോ അല്ലെങ്കിൽ ഇതിന് പോരാട്ടം നടത്തുന്നില്ല. താങ്കൾ ഒരു പത്രസമ്മേളനമല്ലോ, താങ്കൾ ഓരോരോ മീഡിയയെ വിളിച്ചിട്ട് അവരവർക്ക് കൃത്യമായി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം. ഇപ്പം ഞാൻ മീഡിയക്കാരനായിട്ട് താങ്കൾ മുന്നിൽ വന്നു, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് താങ്കൾ ഉത്തരം തന്നെ. പത്രസമ്മേളനം നടത്തി. അപ്പോൾ ലക്ഷ്മിയെ സംബന്ധിച്ച് അവരെ അപ്രോച്ച് ചെയ്ത് മനോരമയെ അപ്രോച്ച് ചെയ്ത് അവർക്ക് കൊടുത്തു. ഇപ്പം എന്താണ് തെറ്റ്? അല്ല, നിങ്ങൾക്ക് ഇനി ഇടയ്ക്ക് കയറി പറയരുത്. നിങ്ങൾ പറഞ്ഞ് മുഴുവൻ കേട്ടിരുന്ന ഇടയ്ക്ക് കയറി പറയരുത്. ഇല്ല, പറഞ്ഞു. അപ്പോൾ ഞാൻ പത്രസമ്മേളനം വിളിക്കേണ്ട ആവശ്യം എനിക്കുണ്ടായില്ല. ഏത് പത്രക്കാരും ഇപ്പം നിങ്ങൾ എന്നെ വിളിച്ചപ്പോഴും നമ്മൾ അവൈലബിളാണ്. സമയം പറഞ്ഞ് നമ്മൾ തരാം. ഞാൻ ഒരു പത്രക്കാരനോട് നോ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ അവസ്ഥ അതല്ല.
എനിക്കറിയാവുന്ന എല്ലാ പത്രക്കാരും അവരെ വിളിച്ചിട്ടുണ്ട്. അവരെ വിളിച്ചിട്ട് ഇവർ നോന്നാണ് പറഞ്ഞേക്കണത്. പിന്നെ ഈ അർജുനെ അറസ്റ്റ് ചെയ്തപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇവരൊരു പത്രസമ്മേളനം നടത്താത്തത്? അവർ മനോരമ മാത്രം നടത്തി തന്നെ ബാക്കിയുള്ള ഇനി സാറ്റലൈറ്റുകാരും വാർത്ത കൊടുക്കില്ല. ഇവർ പത്രത്തിൽ വന്നപ്പോൾ ഞാൻ പത്രക്കാരെ അത് കഴിഞ്ഞിട്ട് വിളിച്ചു, നമ്മുടെ ഇതിന് മറുപടി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അതിൽ വന്നുകൊണ്ട് വേറെ എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ വന്നാൽ മാത്രമേ വാർത്ത ഇടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവരത് ലോക്ക് ചെയ്തല്ലേ അത് ബാക്കി എല്ലാവരെയും ഒരു ചാനലിന് കൊടുത്തപ്പോൾ ലൈവ് അല്ലല്ലോ, അത് ലൈവ് അല്ലായിരുന്നല്ലോ, അത് അല്ല അവർ എഡിറ്റ് ചെയ്ത സാധനങ്ങൾ അതൊക്കെ ആരോ കാണിക്കണ്ടായിരുന്നു, എഡിറ്റ് ചെയ്ത പൊസിഷനൊക്കെ കാണിക്കണ്ടെന്ന് ആരോ പറഞ്ഞു. അല്ല ചിലവർ ലൈവാണെങ്കിൽ പറ്റില്ലല്ലോ, ലൈവാണെങ്കിൽ പറ്റില്ല. താങ്കളുടെ ഇന്റർവ്യൂ ഞാൻ എടുക്കുന്നത് എഡിറ്റ് അല്ല എഡിറ്റ് ചെയ്യാത്ത ഇന്റർവ്യൂ എൻ്റെ എടുത്തിട്ടുണ്ട്, ലൈവ് എടുത്തേക്കുന്നവരുണ്ട്. ലൈവ് എടുത്തേക്കണം, അത് ലൈവ് പോവാ, ലൈവ് തന്നെ പോവാ. അതൊക്കെ ബാലിശമായിട്ടുള്ള അല്ലല്ലോ, ബാലിശം എന്ന് പറയാൻ പറ്റില്ല. അവരുടെ ഹസ്ബൻഡ് മരിച്ചു, അപ്പൊ പിന്നെ 6 വർഷം മുമ്പ് അവർക്ക് കൊടുക്കാറുണ്ടല്ലോ. 6 വർഷമായിട്ട് അവർ ഈ കേസിൽ ബന്ധപ്പെട്ടുള്ള കോടതിയിലോ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എത്തിയിട്ടില്ലേ? ഇല്ല തോന്നണ നിങ്ങൾക്ക് ഞാൻ പറയട്ടെ. അല്ലല്ല നിൽക്ക് അവരൊരു CBI ഓഫീസിലോ ഒരു പോലീസ് ഓഫീസിലോ ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസിലോ നിങ്ങൾ ചെന്നു എന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പരിപാടി ഇവിടെ അപകടം സംഭവിച്ച അസുഖബാധിതയായിരിക്കുന്ന എത്ര വർഷം? 2 വർഷം. ഓക്കെ, അത് കഴിഞ്ഞിട്ടോ ഈ CBIയുടെ 3ാം പതിപ്പ് വന്നിട്ട് 1 വർഷമായുള്ളൂ. 5 വർഷം കഴിഞ്ഞാൽ 2ാം പതിപ്പ് അല്ലല്ല. അപ്പൊ ചോദിക്കരുത്. അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ താങ്കളുള്ളടത്ത് വന്നിട്ട് താങ്കൾ അല്ലാണ്ട് താങ്കളോട് എല്ലാ ദിവസവും താങ്കളുടെ CBI ഓഫീസിലേക്ക് എന്നോട് ചെല്ലാൻ പറഞ്ഞോട്ട് 47 പ്രാവശ്യം പോയ ആളാണ് ഞാൻ. 41 പ്രാവശ്യം. അപ്പൊ അവരെ പ്രതി അല്ലല്ല, അവര് തിരുവനന്തപുരത്ത് തന്നെയല്ലേ. അപ്പൊ അവര് ആകപ്പാടെ വന്നത് CGM കോടതിയിൽ എന്തോ ഒരു മൊഴി പറയാനാ വന്നത്. ആ ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവര് മനോരമയുടെ ഇന്റർവ്യൂവിൽ വ്യക്തമായി പറയുന്നത് അവർ ഇതിന് അന്ന് മുതലുള്ള എല്ലാ കേസിന്റെ എല്ലാ അന്വേഷണങ്ങൾക്കും പങ്കെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സമീപിച്ചിട്ടുണ്ടെന്നാണ്. അവര് സമീപിച്ചല്ലേ, ഇവര് സമീപിച്ചപ്പോൾ അവർ നോന്ന് പറഞ്ഞിട്ടില്ല. അതില്ല, താങ്കൾ പറഞ്ഞ താങ്കളോട് ഇന്റർവ്യൂ ചോദിച്ച ആരോട് താങ്കൾ നോ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അവരോട് ഓരോ ഉദ്യോഗസ്ഥർ അവരോട് ചാനലുകാർ ഇന്റർവ്യൂ ചോദിച്ചു, അവർ നോന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കട്ടെ, ഒരു കേസ് അന്വേഷിക്കുന്ന ആരാണ്? ചാനലാണോ? ഇവിടെ കേരളത്തിലെ ചാനലുകളാണ് ഇവിടുത്തെ കേസ്. ചില കേസുകൾ ഇപ്പൊ ഈ കേസ് ഇത്രയും പൊക്കിക്കൊണ്ടുവന്ന ചാനലുകൾ തന്നെ. അല്ല, കേസ് അന്വേഷിക്കുന്ന പരിപാടി അവർക്കില്ലല്ലോ. ഇല്ല. അപ്പൊ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കുന്നില്ല അവര്. അത് നമുക്കറിയില്ല. അവരെ മൊഴി കിട്ടിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. പറഞ്ഞത് ഇതുവരെ ഉദ്യോഗസ്ഥന്റെ അടുത്ത് പോയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവർ അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. അവർ ചെന്നിട്ട് വ്യത്യാസമല്ലേ, ഒരാളുടെ ഓഫീസിലേക്ക് ചെല്ലുന്നതും അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നതും. അവരുടെ നിങ്ങൾ സമ്മതിച്ചു, നിങ്ങൾ പറഞ്ഞ് എഗ്രി ചെയ്തു 100%. ഞാൻ തർക്കിക്കാനില്ല, അതുകൊണ്ട് തന്നെ. അല്ലാണ്ട് അതിന് എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. അത് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കണമെങ്കിൽ എനിക്ക് അതിന് മറുപടി പറയാനില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഒരാളുടെ മരണം ബന്ധപ്പെട്ട് അവർക്ക് ആദ്യം സംശയങ്ങളുണ്ടത് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ വീട്ടിൽ ചെന്ന് അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം അവർ 6 വർഷം ഉദ്യോഗസ്ഥരാണ് ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവർ ഉദ്യോഗസ്ഥർ ഓഫീസിൽ പോകണം? അല്ല, ഓഫീസിൽ പോകണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്താണ് ഇവരെല്ലാ ഉദ്യോഗസ്ഥരും വിളിച്ചോടുത്ത് ചെന്നിട്ടുണ്ടെന്ന് എന്നോട് ചോദിച്ചു. അല്ലല്ല, അങ്ങനെ തന്നെ ചോദിച്ചാൽ ഉദ്യോഗസ്ഥർക്ക് മറുപടി കൊടുത്തിട്ടുണ്ടോ? ഉദ്യോഗസ്ഥർക്ക് പിന്നെ മറുപടി കൊടുക്കണ്ടേ? കൊടുക്കും. പിന്നെന്താണ് കുഴപ്പം? പിന്നെ മാധ്യമങ്ങൾക്കാണ് മറുപടി കൊടുക്കണ്ടേ? മാധ്യമങ്ങൾക്ക് മറുപടി കൊടുക്കണം. എന്തിന്? എന്താണ് അവർ അതിൻ്റെ അകത്ത് ഇരുന്ന മെയിൻ ഒരു വിറ്റ്നസ്സാണ്. അവർ മറുപടി എന്നിട്ട് ഒരു ചാനലിൽ മാത്രം പോയി മറുപടി പറഞ്ഞാൽ എന്ത്? അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പോലെയുള്ളവരോ അല്ലെങ്കിൽ ഇതിനെതിരെ കുറെ പരാതിയായിട്ട് കഴിഞ്ഞ 6 വർഷമായിട്ട് നടക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകൾക്കും അല്ല അവരുടെ മറുപടി. അവരെ വിശ്വസിക്കുന്ന, അവരെ ഇഷ്ടപ്പെടുന്ന, ബാലഭാസ്കർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്താണ് ഈ കേസിൽ സംഭവിച്ചതെന്നുള്ള ഒരു മറുപടി മാത്രമാണ്. ആർക്കും ഇതിനുള്ള അതായത് എന്താണെന്ന് വെളിപ്പെടുത്തുക മാത്രമാണ്. അല്ലാതെ ഓരോ കേസിനും ഓരോ ദിവസവും ഇതിനിപ്പോൾ ഞാൻ ഇനി ഒരു ഇൻ്റർവ്യൂ കൊടുത്തു, അതിന് നിങ്ങളെ പോലുള്ള കുറച്ച് ആളുകൾ മറുപടി കൊടുത്തു, അതിന് തിരിച്ച് വീണ്ടും ഒരു മറുപടി കൊടുത്തു, അങ്ങനെ ഒരു പരിപാടിക്ക് അവർ തയ്യാറാകുന്നില്ല. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഇവിടെ എന്തോരം ആൾക്കാർ പത്രസമ്മേളനത്തിന് പേപ്പർ മാത്രം ഒട്ടിച്ചിട്ട് കൊടുത്തുവിടുന്നു, അതിനൊന്നും കുഴപ്പമില്ല. എന്തോരം കേസുകൾ അങ്ങനെ ഉണ്ടാകുന്നു. ഇപ്പോൾ മലയാള സിനിമയിൽ അമ്മേനെ സംഘടന രാജിവെച്ച് കഴിയുമ്പോൾ അവർ പത്രസമ്മേളനം വിളിക്കുന്നില്ലേ, ഒരു നോട്ടീസ് അടിച്ചിട്ട് ഞങ്ങൾ രാജിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, അത്രയല്ലേ ചെയ്തോളൂ. അപ്പോൾ അതിനിവിടെ ആർക്കും പ്രശ്നങ്ങളില്ലല്ലോ. അപ്പോൾ ഓരോ വിഷയങ്ങൾക്ക് അവർക്ക് അവരുടേതായ രീതിയിൽ ഇടപെടുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് മാത്രം അത് പാടില്ല, ഇന്ന ചാനലിന് കൊടുക്കാൻ പാടില്ല, പത്രസമ്മേളനം കൊടുക്കണമെന്ന് നിങ്ങൾ ബാലിശമായിട്ട് വാദിക്കുന്നത് എന്ത് കാര്യമായിരിക്കുന്നത്? 5 മിനിറ്റ് നിങ്ങൾ മിണ്ടായിരുന്നാലേ ഞാൻ സംസാരിക്കുള്ളൂ. ഇല്ല, ഞാൻ സംസാരിക്കില്ല. നിങ്ങൾ പറഞ്ഞ വികൃതമായ മറുപടിക്ക് ഞാൻ മറുപടി പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വഴിയെ പോയ ആളല്ല. പിന്നെ നിങ്ങൾ എന്നെ പറഞ്ഞ് എന്നെപ്പോലെ ഉള്ളവർക്ക് പറഞ്ഞു എനിക്ക് അവരുടെ മറുപടിയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ബാലുവിനെ സൃഷ്ടിച്ച അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. അതെന്താണ്? ഭാര്യയാണ് അച്ഛനും അമ്മയാണോ വലുത്? ഭാര്യ ഒരു അപ്പൻ 18 വയസ്സിൽ ഇറക്കിക്കൊണ്ട് പോയതാ. ഈ മകൻ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും അവിടെ ഇരിപ്പുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അവരെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു വാക്കല്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാമുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് കയറി പറയരുത്. അപ്പനും അമ്മേനേക്കാളും വലുതല്ല ഭാര്യ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പനും അമ്മയും തന്നെയാണ് വലുത്.
വലുത്. ആ മനുഷ്യരെ മാത്രം ഇൻസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കരുത്. പിന്നെ കേസ് കൊടുത്തവർക്ക് മറുപടി പറ്റാൻ പാടില്ല എന്ന് അവർ പറഞ്ഞെങ്കിൽ എൻ്റെ കാര്യം വിട്ടോ, അവരുടെ ബാലുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും മറുപടി കൊടുക്കാൻ പറ്റില്ല എന്ന് അവൾ പറഞ്ഞേക്കണത്. അത് അല്ലല്ല, നിൽക്കുക ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ പറയാം. അവരുടെ അച്ഛനും അമ്മയ്ക്ക് മറുപടി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്താണെന്ന് ജനത്തിന് മനസ്സിലാവും. എനിക്ക് മറുപടി വേണ്ട, എനിക്ക് അവരുടെ വശാരത്തിലൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. അവരെന്ത് കാണിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ മറുപടി ചാനലുകാർക്ക് അവർക്ക് 6 വർഷം മുമ്പ് കൊടുക്കാം, 2 വർഷം അവർ സിക്കിലായിരുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കാം. CBIയുടെ 3ാം പതിപ്പ് വന്നപ്പോൾ അവർ നാട്ടിക്കട മുഴുവൻ നടപ്പുണ്ട്, അന്നേരം കൊടുക്കുക. അപ്പോൾ ഇവരും നിങ്ങളും ഇപ്പോൾ പറഞ്ഞ അനുസരിച്ചിട്ട് ബാലുവിൻ്റെ അച്ഛനും അമ്മേനെയാണ്, ആ പ്രായം ചെന്ന അച്ഛനും അമ്മേനെ തന്നെയാണ് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യണത്. എന്നെ വിട്ടോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഈ 6 വർഷം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളൊന്നും ഇനി അനുഭവിക്കാനൊന്നുമില്ല ഈ കേസിൽ. അത് ഞാൻ നേരിട്ടോളാം. അത് പക്ഷേ ഈ പറഞ്ഞ ഇത് കഴിയുമ്പോഴും നിങ്ങൾ പറയണം, ഏതാ നമ്മുടെ ബ്രെയിൻ മാപ്പിംഗ് കഴിയുമ്പോഴും നിങ്ങൾ പറയണം ഇത് തന്നെ ആയിരുന്നു എന്ന്. അപ്പം അറിയാം. ഇനി നിങ്ങൾ പറഞ്ഞോ. താങ്കൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി അവരുടെ അച്ഛനെ അമ്മയെയും ബഹുമാനിക്കാതെ, അവരുടെ അല്ല ബാലുവിൻ്റെ അച്ഛനെ അമ്മയെയും ബഹുമാനിക്കാതെ മരിക്കാതെയാണ്. അതായത് ബാലുവിൻ്റെയും ലക്ഷ്മിയുടെയും വിവാഹം കഴിയുന്നത് ബാലുവിൻ്റെ 22ാമത്തെ വയസ്സിലാണ്. ആദ്യമായിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കയറ്റിയില്ല. അതിനുശേഷം ഇന്നേ വരെ ബാലുവിൻ്റെ അച്ഛനോട്, അച്ഛൻ വീട്ടിലെത്താറുണ്ട്, അമ്മയോട് ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു സ്ത്രീയോട് ഇന്നേ വരെ അല്ല, മരിക്കണതിന് 3 മാസം മുമ്പ് വരെ ചെന്നു ബാലു ചെന്നു. പക്ഷെ ബാലു കൃത്യമായിട്ട് ലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ നിന്നെ അംഗീകരിക്കില്ല, എൻ്റെ വീട്ടുകാരോട് നിനക്ക് യാതൊരു ബന്ധവും വേണ്ട, എനിക്ക് ആ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ജന്മം തന്ന ആൾക്കാരാണ്, അവരുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ലക്ഷ്മിയായിട്ട് ഇത്ര കാലമില്ലാതെ മരണത്തിന് ശേഷം ബന്ധം വേണം വെളിപ്പെടുത്തണം എന്നൊക്കെ പറയണമെങ്കിൽ എന്തായിരിക്കണം? അതായത് ഒരു മകൻ അവൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചൊരു പെൺകുട്ടിയെ അംഗീകരിച്ചില്ല, ജീവിതത്തിൽ ഇത്ര കാലം ഒന്നിച്ച് ജീവിച്ച ആൾക്കാർ, അവർ ഒരു തിരിഞ്ഞു പോലും നോക്കാത്തൊരു സ്ത്രീയോട് ഇപ്പോൾ എൻ്റെ മോൻ്റെ മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മീനെ കൊടുക്കണം, അവരുടെ വീട്ടുകാർ മിണ്ടുന്നില്ലെന്നില്ല, എന്തിനായിരിക്കുന്നത്? ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബാലുവിൻ്റെ അച്ഛനായിട്ട് ഇവർക്ക് ആർക്കും വഴക്കുണ്ടായില്ല. അച്ഛൻ എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ പോകണമായിരുന്നു. പിന്നെ ഈ പിന്നെ ലക്ഷ്മിക്കും ബാലഭാസ്കറിനും ഒക്കെ യാതൊരു പരിഭവവും ഇല്ലാണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു, ശശികുമാർ സാർ എന്ന് പറഞ്ഞ അമ്മയുടെ ആങ്ങള. അത് പുള്ളി തന്നെ ആവശ്യമാണ്. ഇവരെ വീട്ടിൽ ഇവരെല്ലാവരും പോകണം, ലക്ഷ്മി ഉൾപ്പെടെ പോകുന്നുണ്ടായിരുന്ന ഞാൻ അറിഞ്ഞിരുന്നത്. ഈ ബാലുവിൻ്റെ ചേച്ചി മരിച്ചു, ഇവരെ പോയില്ല അടക്കിന്. അത് പോട്ടെ, ഈ ശശികുമാർ സാറ് മരിച്ചു, ഇവർ പോയില്ല. എന്തുകൊണ്ട് ഇവർ പോയില്ല? ഈ ഒരാൾ മരിക്കുമ്പോഴും വേണോ ഇത്? ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഞാൻ സമ്മതിച്ചു, അമ്മയാണ് അംഗീകരിക്കാത്ത, അമ്മേനെ കണ്ട് സംസാരിച്ചില്ല എന്ന് വെച്ചോ. അല്ല അച്ഛനും അമ്മ അച്ഛനും അമ്മ അല്ല ഞാൻ പറയാം. നിങ്ങളിപ്പോ അമ്മയ്ക്ക് വില കൊടുക്കാത്ത, നിങ്ങൾ ഒരാളുടെ അമ്മയ്ക്ക് വില കൊടുക്കണമെങ്കിൽ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. സ്നേഹിച്ച് വിവാഹം കഴിച്ച ഒരു സ്ത്രീക്ക് ഒരു കാര്യമില്ല, മകന്റെ ഭാര്യയ്ക്ക് അംഗീകരിക്കാൻ കൊടുക്കാത്ത അമ്മയ്ക്ക് എന്ത് മരിച്ചു കഴിയുമ്പോൾ അംഗീകാരം ഉണ്ടാവണം. കാരണം വെച്ചാൽ ഞാൻ പറയട്ടെ ഒരു കാര്യം, അമ്മേനെ അംഗീകരിക്കാത്ത മകൾ എന്താണെന്ന് ഞാൻ ചോദിക്കണം. ഒരു അമ്മേനെ അംഗീകരിക്കാത്ത മകളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംസാരിക്കും? ആയിക്കോട്ടെ, അത് കഴിഞ്ഞില്ലേ? ഇത്ര പ്രായമായ ഒരു സ്ത്രീയല്ലേ, അവർ അംഗീകരിക്കണോണ്ട് എന്താണ് കുഴപ്പം? അതായത് സ്വന്തം വീട്ടുകാരെയും അത് ഭർത്താവിന്റെ വീട്ടുകാരെ അംഗീകരിക്കാതെ ഭർത്താവിന്റെ കൂടെ ഇത്രയും ജീവിച്ചൊരു ഭർത്താവ് നഷ്ടപ്പെട്ടൊരു സ്ത്രീയാണ് അവരെ വീട്ടിൽ ഇത്രയും കാലം നോക്കാൻ അംഗീകരിച്ചില്ല എന്ന് പറയരുത്. കാരണം ഇവർക്ക് വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്ത് ഉണ്ണിച്ചേട്ടനാന്ന് ഏതൊരു ചാനലിൽ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ ഇവർക്ക് വീടില്ല, ആ വീട് ഉണ്ണിച്ചേട്ടനാണ് എടുത്തു കൊടുത്തതെന്നാണ് ഉണ്ണിച്ചേട്ടൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. സ്വന്തം വീടുണ്ടായിട്ട് വീട്ടിൽ കയറ്റാതെ, അതായത് ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വൈഫാണല്ലോ, അവർ അംഗീകരിക്കാതെ അവർ എന്റെ മകനാണ്, എന്നെ ഇവിടെ കയറ്റണം എന്ന് പറയാൻ പോലും ചങ്കൂറ്റില്ലാതെ വേറെ വാടകയ്ക്ക് വീട് എടുത്തു കൊടുക്കണമെങ്കിൽ എന്ത് ഇതായിട്ടുള്ള അതെന്താണ്? വീട്ടിൽ കുടുംബകലം ഉണ്ടാവേണ്ടെന്ന് ഓർത്തോട്ടായിരിക്കും പുള്ളി അത് ചെയ്ത്. വീട്ടിൽ കിടക്കുന്ന സാധനത്ത് രണ്ടുപേരും അങ്ങോട്ടും തമ്മിൽ സംസാരിക്കാത്തൊരു സ്ത്രീയോട് ഇപ്പൊ തന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം സംസാരിക്കണം അവർ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞ അവര് പറഞ്ഞത് ഇവർക്കൊക്കെ മറുപടി കൊടുക്കാൻ തയ്യാറല്ലെന്ന് എന്നോട് ചോദിച്ച ചോദ്യം തന്നെ. ഇതിനെക്കുറിച്ച് എന്നെ തലയ്ക്ക് സുഖമല്ലാണ്ട് പറഞ്ഞവരോട് മറുപടി കൊടുക്കാൻ തയ്യാറല്ല. ഇവർ ഇതിനെക്കുറിച്ച് സംസാരിക്കണ ബാലുവിൻ്റെ അച്ഛനും അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ സംസാരിക്കണേ. അപ്പം എന്നെയും അവരെ കൂട്ടി പറഞ്ഞു അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് മറുപടി കൊടുക്കാൻ അവർക്ക് സൗകര്യമില്ല എന്നല്ലേ അവർ പറഞ്ഞത്. അല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾ ചോദിച്ച ചോദ്യമാണ്. കേരള പോലീസ് അന്വേഷിച്ച കേസ്, ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ച കേസ്, CBI 2 പ്രാവശ്യം അന്വേഷിച്ച കേസ്, ഈ ഇത്രയും പ്രാവശ്യം അന്വേഷിച്ച കേസിൽ വ്യക്തമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സത്യമല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇവിടുത്തെ നിയമ വ്യവസ്ഥിതിയെ വിശ്വസിച്ചു, അവർ അന്വേഷണം നടത്തി അതിൽ കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയെന്ന് അവർ പറയുന്നു. ലക്ഷ്മി, നിങ്ങൾ പറയുന്നു ഇവിടുത്തെ നിയമ വ്യവസ്ഥിതിയും കോടതിയും പോലീസും ഒന്നും സത്യമല്ല. നിങ്ങൾ CBIയെ കുറിച്ച് പറഞ്ഞു, CBIയെ കുറിച്ച് എൻ്റെ വാക്കിൽ ഞാൻ പുലഭ്യം പറയുന്ന രീതിയിൽ പറയേണ്ട വരും എന്നാണ് ആദ്യത്തെ CBIയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം നിങ്ങളൊരു അഭിമുഖത്തിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള സാധനത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് നിങ്ങൾ പരസ്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ തെളിവുകൾ. നിങ്ങൾ തെളിവുകളൊന്നും പറയില്ല. എൻ്റെ കയ്യിൽ കുറച്ച് തെളിവുണ്ട്, ഞാൻ പോക്കറ്റിലിട്ടുകൊണ്ട് വെക്കുള്ളൂ, കുറച്ച്
കുറച്ചാണ് മീഡിയക്കാർക്ക് കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത്ര വിശ്വാസമില്ലാത്ത സാധനത്തിൽ നിങ്ങൾ ഇനി ആരോടെ എന്തെങ്കിലും മറച്ചു വെക്കണം? അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ കേരള പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, CBI 2 പതിപ്പ് അന്വേഷിച്ചു. ഈ അഭയ കേസിൽ എവിടെയായിരുന്നു? താങ്കൾ പറഞ്ഞു ഈ അഭയ കേസിൽ ഈ തെണ്ടികളായ CBI എവിടെയായിരുന്നു? കേരള പോലീസ് അന്വേഷിച്ചു, CBI ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, CBIയുടെ 4ാം പതിപ്പാണ് കേസ് തെളിയിച്ചത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ എന്ത് അവിടെ ഇല്ലായിരുന്നു സത്യനീതിയൊക്കെ? അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് എന്താണ് പ്രസക്തി? കാരണം വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണം കഴിഞ്ഞിട്ട് പിന്നെ അവർ നിന്നോണ്ടല്ലേ ഈ അവർക്ക് നീതി കിട്ടിയത്. അപ്പൊ അല്ലേ നിൽക്കുക നിങ്ങൾ ഇടയ്ക്ക് കയറി സംസാരിക്കല്ലേ? ഈ 4 എണ്ണം കഴിഞ്ഞപ്പോഴും ഈ ഉണ്ണാക്കന്മാരെ എവിടെയായിരുന്നു? ഇവരെവിടെയായിരുന്നു ഇതിനകത്ത് നിൽക്കണേ? അവർക്ക് അപ്പോൾ കണ്ടെത്താൻ പറ്റണമായിരുന്നു, ആദ്യം കണ്ടെത്തണമായിരുന്നു. അപ്പോൾ CBIനെ അങ്ങനെ നിങ്ങൾ മഹത്വവത്കരിക്കുകയൊന്നും ചെയ്യണം. CBI അമാനുഷികരൊന്നുമല്ല. CBIക്കാരെന്ന് പറഞ്ഞാൽ വെറും നടക്കണ മനുഷ്യർ തന്നെയാണ്. ഇതിൽ നടക്കണം, അവർക്ക് അമാനുഷിക ശക്തിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവരെന്ത് അഭയ കേസ് പിന്നെ തെളിയിച്ചെന്ത്? 4ാമത്തെ പതിപ്പ് അവർ തെളിയിച്ചു. അപ്പോൾ പിന്നെ നിങ്ങൾ 2 എണ്ണം കഴിഞ്ഞപ്പോൾ അവർ അന്വേഷിച്ചു അവർക്ക് എന്താണ് അതിൻ്റെ പറയുന്നത്? അവരെല്ലാത്തിനും ഉറങ്ങിയേക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ ലക്ഷ്മിയുടെ മൊഴി നിങ്ങൾ ആദ്യത്തെ കേട്ടിട്ടുണ്ടോ? അവർ ആദ്യത്തേൽ അവരുടെ മൊഴിയിൽ ഈ CBIയുടെ ആദ്യത്തെ അല്ല ക്രൈംബ്രാഞ്ചിൻ്റെ ആദ്യത്തെ ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തേക്കണേ തന്നെ കൊല്ലത്ത് ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചിട്ട് അവർക്ക് പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഓർമ്മയുള്ളൂ എന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ആ കാര്യമാണ് അവരിപ്പോൾ ചാനലിൽ പറഞ്ഞത്. അപ്പോൾ അത് അല്ലല്ല ചാനലിൽ പറഞ്ഞേക്കണേ അല്ലല്ല ബാലഭാസ്കർ നിനക്ക് വെള്ളം വേണമെന്ന് ചോദിച്ചെന്നും അത് വെള്ളം വേണ്ട ഞാൻ കിടക്കുവാണെന്ന് പറഞ്ഞെന്നും വ്യക്തമായിട്ട് ഇന്റർവ്യൂവിൽ പറയുന്നത്. അല്ല ഈ പറഞ്ഞ കാര്യം വെള്ളം അവിടുന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞേക്കണത് അവർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യം അവർ ഈ ക്രൈംബ്രാഞ്ചിന് കൊടുത്താണ് മൊഴിയിലുള്ള ഈ അപകടത്തിന്റെ കാര്യം ഈ ഗിയർ ലിവറിൽ അടിച്ച കാര്യമൊന്നും അവർ പറഞ്ഞിട്ടില്ല. അല്ലല്ല അത് നിങ്ങൾ അറിയണം. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങൾക്കും ആദ്യം പറഞ്ഞ കാര്യങ്ങളും രണ്ടാമത് പറയുന്ന വ്യക്തമാണ് വ്യക്തമില്ലാത്ത. നിങ്ങൾ ആദ്യം പറഞ്ഞു ഏത് പൊതി മേടിച്ചോണ്ട് എന്ത് പൊതിയെ മേടിച്ചോണ്ട് അത് ഞാൻ അറിയണേ എങ്ങനെയാ? അല്ലെ ഒരു പൊതി നിങ്ങൾ പറഞ്ഞു സ്വർണ്ണക്കടത്തുകാരുമായിട്ട് ബന്ധമില്ല, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഉണ്ടാവാം ഉറപ്പില്ല. അല്ല ഉറപ്പില്ലാത്ത കാര്യം എങ്ങനെ ഞാൻ പറഞ്ഞ എങ്ങനെയാ? പൊതിയിൽ കൊണ്ടുപോയി നിങ്ങൾ എന്താ ഉറപ്പ് ആദ്യം പറഞ്ഞത്? പൊതിന്നല്ല പറഞ്ഞ ഒരു പാക്കറ്റ് മേടിച്ചു. ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തോരം വലിപ്പം ചെറിയ സാധനം ഒരു കയ്യിൽ പിടിക്കാൻ മാത്രം അത്രേ ഉള്ളൂ. അതിൽ എന്തായിരിക്കും സാധനം? അതിനകത്ത് നമ്മൾ അറിയണേ എങ്ങനെയാ? അല്ലാതെ ഈ ബൈക്കാരന്റെ അടുത്തുനിന്നാ പോണേ കണ്ടോളൂ. ഈ വണ്ടിയിൽ നിന്ന് എടുക്കും നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ അതിലെന്തായാലും പിന്നെ ഈ പോയ ആൾക്കാരാരാ? ഏത് പോയ ഈ ബൈക്കിൽ പോയതും ഈ ഓടിപ്പോയ ആൾക്കാരാരാ? വണ്ടി റോഡിൽ കൂടെ വണ്ടിക്ക് അല്ലല്ല അങ്ങനെയല്ല. ഈ അല്ലെന്ന് ഞാൻ ആകാശത്ത് പൊട്ടി വീണല്ല. താങ്കൾ വണ്ടി ഓടിച്ചല്ലേ പോയി, അതുപോലെ എല്ലാ റോഡിൽ ബാക്കിയുള്ള വാഹനങ്ങളും പോകും. അല്ല അങ്ങനെയാണ് നാട്ടുകാർ പറയണം. അവിടുത്തെ പരിസരവാസിയാന്ന് പറഞ്ഞ നാട്ടുകാർ പറഞ്ഞിട്ട് പരിസരവാസി ഹൈവേലല്ലേ സംഭവിക്കുന്നത്? പള്ളിപ്പുറത്തല്ലേ സംഭവിക്കുന്നത്? നാട്ടുകാരനാണോ? നിങ്ങളാ നാട്ടുകാരനാണോ? ഞാൻ നാട്ടുകാരനല്ല. അല്ല നാട്ടുകാർക്കല്ലാതെ റോഡിൽ കൂടെ വണ്ടി നാട്ടുകാർ പറയണം. ആ പരിസരം ഇപ്പൊ ഒരു ബൈക്കിൽ ഒരാൾ അവിടെ നിന്ന് പോണെങ്കിൽ അല്ല ഒരാൾ നടന്നു ഓടിപ്പോണെങ്കിൽ ആ നാട്ടുകാരനായിരിക്കണ്ടേ. നാട്ടുകാരൻ മാത്രമാണ് ബൈക്കിൽ പോകുന്നത്, അല്ലാണ്ട് ആ സമയത്ത് ആരായിരിക്കും അതിന് പോണേ? ഇത് ഈ റോഡിൽ കൂടെ നാട്ടുകാർ സമയത്ത് പോകണം ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്ത് മൂന്നാറിന് പോകുന്ന ആൾക്കാർ അല്ല അതൊക്കെ പോണതിന് ഒരു സമയമുണ്ട്. ഗ്രൂപ്പായിട്ടൊക്കെ പോകണ്ടാവും. ആൾക്കാരില്ല, ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ ഈ നാട്ടിൽ. നിങ്ങൾ എന്തോരം വീഡിയോ അപ്പം നിങ്ങൾ പറഞ്ഞു തന്നെ അനുസരിച്ചിട്ട് ബാലഭാസ്കരൻ ആരും കൊന്നതല്ല, അവരെ വണ്ടി പോയി ഇടിച്ചാണ്. ലക്ഷ്മി വിശുദ്ധയാണ്. ഇതല്ലേ ഞാൻ സമ്മതിച്ചു. പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം തീർന്നു, അത്രയേ ഉള്ളൂ. അല്ല എന്തിനാ ഉത്തരവില്ലാത്ത? എന്തിനാ ഉത്തരവില്ലാത്ത? ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഞാൻ പറഞ്ഞില്ല. കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞില്ല. പൊതി മേടിച്ചോണ്ട് പോകുന്നത് എന്താണെന്നോ ഇതല്ല. പൊതി മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരൻ മാത്രമാണ്. നിങ്ങളുടെ രാത്രിയിൽ നാട്ടുകാരൻ മാത്രമേ ബൈക്കിൽ യാത്ര ചെയ്യുള്ളൂ, ബാക്കി എല്ലാവരും കാറിൽ യാത്ര ചെയ്യണം. നിങ്ങളെ പോലെ ബെൻസ് കാറിലൊക്കെ വരണം. അല്ലാത്ത ബാക്കി നാട്ടുകാർക്കൊന്നും അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർക്കൊന്നും ബൈക്ക് ഓടിക്കാൻ പാടില്ല. നിങ്ങളെ പോലെ ബെൻസിൽ പോണവർക്ക് മാത്രമാണ് യാത്രയാവും. ബെൻസിൽ പോണ ഏറ്റവും ഗതികെട്ടവനെ ബെൻസിൽ പോകണം. അതറിയണം. നിങ്ങൾ അറിയണം. ഏറ്റവും അല്ല നിങ്ങൾ ബെൻസ് മേടിക്കുമ്പോൾ നിങ്ങളുടെ കാൽക്കേറ്റിനെ മേടിച്ചത് നിങ്ങൾ ഓർക്കും. അത് അനുഭവിക്കണ ആളാ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാറിൽ പോണ ആൾക്കാർക്ക് മാത്രം. നിങ്ങൾക്ക് ബാലഭാസ്കർ മറ്റേ വേറെ സ്ഥലത്ത് നിന്ന് വന്ന ആളല്ലേ? ഏതാ? ചാലക്കുടിയിൽ നിന്നും. അത് ബാലഭാസ്കർ ആർന്നു ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചത് വാഹനത്തിൽ അപകടത്തിൽ ബാലഭാസ്കർ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞപ്പോഴാണ് അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണ. ഈ വണ്ടിയിൽ നിന്ന് ഒരാളെ ഇടിക്കണേ കണ്ടിട്ടുള്ളൂ. വീട്ടുകാരെ രക്ഷിച്ചതെന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഞാൻ ആരെ രക്ഷിച്ചതെന്നും പറഞ്ഞിട്ടില്ല. ഞാനത് കണ്ട ആളല്ല. ടി വിയിൽ പലരുടെ പേരാ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് നമ്മൾ കണ്ട കാര്യമല്ല അത്. ആരെ രക്ഷിച്ചതെന്ന് ആ റോട്ടിൽ നിന്ന ആൾക്കാരെ ഞാൻ കണ്ടു. ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ ഇങ്ങനെ 2 സാധനം കണ്ടു. ഇത്രേ എൻ്റെ റോൾ അത്രേ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഏതാ പറഞ്ഞേക്കണേ? താങ്കൾ എത്ര മിനിറ്റ് അവിടെ നിന്നു? ഏതാ? ഞാൻ 1 മിനിറ്റ് നിന്നിട്ടില്ല. ഇല്ലില്ല. വണ്ടി പാസ് ചെയ്താണ് പോകണമെങ്കിൽ വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്ത് എടുക്കുന്ന സമയം ആ ഗ്യാപ്പ് ഉള്ളൂ. പിന്നെ വണ്ടി പയ്യെ പോണത്. ബ്ലോക്ക് കണ്ട ആൾക്കാരുടെ പേര് നിങ്ങളോട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അത് ഒരു പേര് പറഞ്ഞ് DRA കണ്ടെത്തിയിട്ടുണ്ട്. ഒരാളെ കണ്ടെത്തി DRA കണ്ടെത്തി. 5-8 അതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ കണ്ടേക്കുന്ന ഫോട്ടോ കാണിച്ചു തന്നതിൽ DRA കാണിച്ചു തന്നതിൽ ഒരാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. DRA അവരവിടെ ഉണ്ടായിരുന്നു, സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു നിമിഷം പോലും നിൽക്കാത്തൊരു സ്ഥലത്ത് അത്ര ആൾക്കാരുടെ ഇടയിൽ നിന്നും താങ്കൾക്ക് ഇത് ഈ കണ്ട ആൾക്കാർ നേരിട്ട് മുന്നേ പരിചയമുണ്ടോ? പരിചയമുണ്ടെന്ന് പറഞ്ഞ് പമ്പി കിടപ്പ് കണ്ടില്ലേ?
പമ്പി കിടക്കുമ്പോൾ ഞാൻ കാണുമല്ലേ മിന്നായി വെളിച്ചത്തിൽ അങ്ങനെ മിന്നായി വിളിച്ചു. ഇപ്പോൾ ഇവിടുന്ന് ആ കാറ് കിടക്കുന്ന വെട്ടത്തിൽ ഒരു ഇരുണ്ട വെട്ടത്തിൽ തന്നെ ആൾക്കാരുടെ ഷേപ്പ് കാണാൻ പറ്റില്ല. ഒരു ബർമോഡ് ഇട്ട ആൾ, ഒരു കാവ്യ മുണ്ടെടുത്ത ആളാണെങ്കിൽ റോഡിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റില്ല, ആളാന്ന് കാണുമ്പോൾ അറിയാൻ പറ്റില്ലേ. മുഖം കണ്ടോ? മുഖം കണ്ടിട്ടുണ്ട്. മുഖം കണ്ടുകൊണ്ടാണ് തിരിച്ചറിഞ്ഞത്. എല്ലാവരുടെയും മുഖം അല്ലല്ല, 4-5 പേരുടെ മുഖം അറിയും. അപ്പം നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ചങ്കൂറ്റുള്ള ആൾക്കാരാണ് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യിക്കും. നിങ്ങൾ അത് അതിനല്ല അതിന് വെല്ലുവിളിക്കും. അതാണ് നിങ്ങൾ കാര്യമുള്ളൂ. ഈ 5-6 വർഷമായിട്ട് നിങ്ങൾ ഓരോ കാര്യം പറഞ്ഞിട്ട് എന്നെ അത് ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യാത്ത ഞാൻ ഇവിടെ എന്നെ നുണ പരിശോധന നടത്തണം. ചെയ്യാത്ത അപ്പൊ 10 പേര് അല്ലെന്ന് ചെയ്യാത്ത എന്തേ, എന്നിട്ട് എന്ത് ചെയ്യാത്ത എന്തേ, അല്ല ചെയ്യാത്ത എന്തേന്ന് ചോദിക്കുക. അല്ലെന്ന് ചെയ്യാത്ത എന്തേന്ന് നിങ്ങൾ ചോദിക്കുക. അല്ലെന്ന് ചെയ്യാത്ത എന്തേന്ന് നിങ്ങൾ ചോദിക്കുക. അല്ലെന്ന് ഇത് ചെയ്യാത്ത എന്തേന്ന് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ചെയ്യാത്ത എന്തേന്ന് ചോദിക്കാൻ. അല്ലെന്ന് ഇത് എന്തുകൊണ്ട് ചെയ്യല്ല, എന്തുകൊണ്ട് ചെയ്യല്ല, അതെന്താണ് ഞാനൊരു ഐ വിറ്റ്നസ്സാ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്തേ പറ്റൂ. അല്ലെന്ന് നിങ്ങൾ ചെയ്തേ പറ്റൂ. കാരണം നമ്മുടെ ആവശ്യമാണത്, നമ്മുടെ ആവശ്യമാണ്. ബാലുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആവശ്യമാണ്, അവരുടെ ആവശ്യമാണ്. മാതാപിതാക്കൾക്ക് റൈറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അവരുടെ ആവശ്യമാണ് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം, അവരുടെ ആവശ്യം. എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യണില്ല? അല്ലല്ല, നിങ്ങൾ പറയല്ലേ കാര്യങ്ങൾ എല്ലാം അംഗീകരിച്ചിട്ട് കാര്യമില്ല. കേസിലേക്ക് ഇൻവോൾവ് ആയത് ബാലഭാസ്കർ മരിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ കേസിലേക്ക് ഇങ്ങനെ സംഭവം പിറ്റേ ദിവസം അന്ന് രാത്രി ചെയ്തിട്ടുണ്ട്. അന്ന് രാത്രി മധുബാലകൃഷ്ണനെ വിളിച്ച് ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് കോൾ റെക്കോർഡും വോയിസ് റെക്കോർഡും പറയട്ടെ. അന്ന് ബാലഭാസ്കറിന്റെ മരിച്ചടക്ക് കഴിഞ്ഞ് അന്ന് രാത്രി ചാനലിൽ വന്ന് ഉണ്ണിച്ചേട്ടൻ പറയുമ്പോൾ അന്ന് രാത്രി തന്നെ മധുബാലകൃഷ്ണനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മധുബാലകൃഷ്ണൻ തമ്പീനെ പരിചയപ്പെടുത്തി, തമ്പീനെ ഞാൻ വിളിച്ച കാര്യം പറഞ്ഞിട്ട് തമ്പി അത് എതിർത്തു. ഈ കാര്യങ്ങളെല്ലാം ഓഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെ ഈ ക്രൈംബ്രാഞ്ചുകാരുടെ കയ്യിലുണ്ട്. നിങ്ങൾ അത് പറയില്ലേ. പിന്നെ സൈലന്റ് ആയി, ഇതില്ലാന്ന് പറഞ്ഞിട്ട്. പിന്നെ പൊങ്ങി വന്നപ്പോഴാന്ന് പറയുമ്പോൾ മെയ് മാസത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് പിന്നെ വന്നെ. അന്നേരമാണ് ഞാൻ ബാലുവിന്റെ അച്ഛനെ വിളിച്ച് പറയുന്നത്. അല്ല, മധുബാലകൃഷ്ണനും തമ്പിയൊക്കെയാണ് ഇവിടുത്തെ പോലീസും കോടതി. അല്ല, എനിക്കറിയാമെന്ന് ഇവരുടെ നമ്പർ കിട്ടണ്ടേ. പോലീസിൽ പറഞ്ഞു ഇവിടെ ആറ്റിങ്ങിൽ നടന്ന കാര്യം ഇവിടുത്തെ പോലീസിലാണ് പറഞ്ഞത്. അതിന്റെ കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇത് അപകടമാണ്, കൊലപാതകമാണെന്ന് അറിയില്ല. ഇങ്ങനെ ഇൻസിഡന്റ് നടന്ന് അവരെ വീട്ടുകാരെ അറിയിക്കാമെന്ന് മാത്രമേ നമ്മളെ സംബന്ധിച്ച് ലക്ഷ്യമുള്ളൂ. എന്നെ സംബന്ധിച്ചാൽ ആരെ സംബന്ധിച്ചാണ് അത്രേ ഉള്ളൂ. അതിന് ഏറ്റവും അവരെ മധു ബാലുവിന്റെ ചെറിയ റിലേറ്റീവ്. അപ്പം മധുവായിട്ട് ഞാൻ നല്ല ബന്ധത്തിലാണ്. അങ്ങനെ മധുവിനെ വിളിച്ചപ്പോൾ മധുവാണ് ആനേര്, ഇയാളെ വിളിക്കാൻ പറഞ്ഞത്. ഈ സംസാരത്തിന്റെ എല്ലാ ഓഡിയോ റെക്കോർഡിങ് ഇവരുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്. ഈ ക്രൈംബ്രാഞ്ചുകാരുടെ കയ്യിൽ കൃത്യമായിട്ടും അത് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും ഇല്ലല്ലോ. അല്ലാണ്ട് 6 മാസം കഴിഞ്ഞ് 7 മാസം കഴിഞ്ഞൊന്നും രംഗത്ത് വന്ന ആളല്ല. അന്ന് രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കാര്യം. പുള്ളിയുടെ അടക്ക് കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ. അത് കഴിഞ്ഞ് പിന്നെ സൈലന്റ് ആയി പോയത് എന്നാന്ന് എനിക്കറിയാമല്ല. പിന്നെ ഇവരെ പ്രകാശമ്മേനെയും വിഷ്ണുവിനെയൊക്കെ ആണ്ട് എത്ര കിലോ സ്വർണ്ണമായിട്ട് എയർപോർട്ടിൽ പിടിച്ചപ്പോൾ ഉണ്ണിച്ചേട്ടൻ ചാനലിൽ വന്നിരുന്നു. ഇവർ തന്നെയാണ് കേസിലെ പ്രതികൾ, ഇവരാണ് കൊന്നതെന്ന് പറഞ്ഞപ്പോഴാണ് മനോരമയുടെ ഓഫീസിൽ നിന്ന് ഫോൺ നമ്പർ എടുത്തിട്ട് ഇവരെ വിളിക്കണം. അല്ലാണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ഒളിച്ച് കളിച്ചേക്കണ ആളൊന്നുമില്ല. അത് നിങ്ങളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾ പറഞ്ഞു കേൾക്കണേ ചോദിച്ചാൽ എനിക്ക് അതിന് കുഴപ്പമൊന്നുമില്ല. അതിന് തിരിച്ച് തോറ്റു എന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. 6 വർഷം നമ്മൾ അനുഭവിച്ച ഇതിനേക്കാളും വലിയ ഭീകരമായിട്ടുള്ള സാധനം. അതുകൊണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതൊന്നൊരു വിഷയമേ അല്ല. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. താങ്കൾ പറയുന്നത് അതായത് ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാണ് ആണെന്ന് തന്നെ പറഞ്ഞു. ബാലഭാസ്കറിന്റെ ഭാര്യ പറയുന്നു അപകട മരണമാണ്. അതായിക്കോട്ടെ, അവർക്ക് ഈ മരണത്തിൽ പങ്കുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് അറിയാനും പാടില്ല. അത് ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കൂല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ലക്ഷ്മി? അല്ല, അത് അവരോട് നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ പത്രക്കാർ വിളിച്ച് എന്തോ പറയുന്നൊക്കെ പറഞ്ഞില്ല. നിങ്ങൾ പത്രക്കാരായിട്ടൊക്കെ സഹകരിക്കണമെന്നല്ലേ ഇപ്പോൾ പറഞ്ഞു. നിങ്ങൾ വിളിച്ച് ചോദിക്കുക എന്തുകൊണ്ടാണ് പറഞ്ഞു. അല്ല, നിങ്ങളല്ലേ പറഞ്ഞു അവർ മനോരമയ്ക്ക് മാത്രം ഞങ്ങൾ വിളിച്ചാലും വരുന്നല്ലേ പറഞ്ഞു. അപ്പോൾ വിളിച്ച് ചോദിക്കുക. അല്ല, പറഞ്ഞ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അങ്ങനെ സംസാരിച്ചില്ല. അല്ലല്ല, ആവശ്യമുള്ളവർ പറഞ്ഞാൽ ചോദിക്കുമ്പോൾ ഒരു ചാനലിന് അവരൊരു അഭിമുഖം കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും കൊടുക്കണല്ലോ എന്ന് ചോദിച്ചു. അവരത് കൊടുത്തു. അല്ലാണ്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഞാൻ പറഞ്ഞോ? അല്ല, നിങ്ങൾ വിളിച്ച് ചോദിക്കണം. അപ്പം നിങ്ങൾ ക്ലിയർ ആക്കണ്ടേ? അല്ല, നിങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലക്ഷ്മി എന്തോ ഒരു കാര്യം മൂടി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. എന്നോട് ചോദിച്ചാ ലക്ഷ്മി എന്തുകൊണ്ട് പറയാനില്ല. ഞാൻ പറഞ്ഞു അവർക്കൊന്നല്ല ഇതെല്ലാം അറിയായിരിക്കും, അല്ലെങ്കിൽ അവരാരെങ്കിലും പേടിക്കണ്ടായിരിക്കും. ഈ 2 സത്യമുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കണേ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം അല്ലാണ്ട് അവരെക്കുറിച്ച് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അവർക്കൊന്നല്ല ഇതെല്ലാം അറിയായിരിക്കും, അല്ലെങ്കിൽ അവർ ആരെങ്കിലും പേടിച്ചിട്ടുണ്ടോ? ഓരോ വട്ടം അതായത് ഒരു വട്ടമില്ല. ലക്ഷ്മി മൊഴി മാറ്റി പറയുന്നു. ലക്ഷ്മി എവിടെ മൊഴി മാറ്റി പറഞ്ഞു? നിങ്ങളല്ലേ പറഞ്ഞു. നിങ്ങൾ ആദ്യം പറഞ്ഞു ലക്ഷ്മി മറ്റേ അപകടം ആദ്യം ജ്യൂസ് കടയിൽ നിന്ന് വന്നിട്ട് പിന്നെ ആശുപത്രി. അല്ല, അത് ഞാൻ പറഞ്ഞല്ല. ക്രൈംബ്രാഞ്ചിന് കൊടുത്ത റിപ്പോർട്ടാണ്. അല്ലല്ല, ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടാണ് അത്. എന്റെ മൊഴിയല്ല അത്. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് എങ്ങനെയാ എന്റെ മൊഴി ആവണേ? എങ്ങനെയാ അങ്ങനെ പറയല്ലേ? ക്രൈംബ്രാഞ്ചുകാർക്ക് കൊടുത്ത റിപ്പോർട്ട് എന്റെ മൊഴിയാക്കല്ലേ നിങ്ങൾ? ക്രൈംബ്രാഞ്ചിന് കൊടുത്തേക്കണ റിപ്പോർട്ട് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് പബ്ലിക്ക് കിട്ടുന്ന സാധനമല്ലേ, നിങ്ങൾക്ക് എടുത്ത് നോക്കാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എടുത്ത് നോക്കാതെ. അത് നിങ്ങൾ ഈ ഇതൊക്കെ ഇന്റർവ്യൂവിനൊക്കെ വരുമ്പോൾ ഇവരുടെ ഈ കോടതിയിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ വായിച്ചിട്ട് തന്നെ. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാകും. അതിൻ്റെ അകത്ത് എന്താണെന്ന് പറഞ്ഞേക്കണെന്ന്. അങ്ങനെയല്ലേ പറയണ്ടേ? അല്ലാണ്ട് ചുമ്മാ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടാണ് തന്നെ. നിങ്ങളൊരു പബ്ലിക്കിൽ നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ ഒരു കേസ് അന്വേഷിക്കാൻ പോകുമ്പോൾ ആ കേസിൽ എന്തൊക്കെ സംഭവിച്ചു അതിൻ്റെ ജഡ്ജ്മെൻറ്റ് കോപ്പിയൊക്കെ എല്ലാവർക്കും കൊടുത്ത 10 രൂപയുടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും, ഈ സാധനം കിട്ടും. അത് വായിച്ചു നോക്കുക നിങ്ങൾ. അതിൻ്റെ അകത്ത് എന്നായിരുന്നു അവർ കൊടുത്തതെന്ന് നോക്കുക. അപ്പോൾ അതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യും. കേസ് വരുമ്പോൾ നിയമത്തിൽ വരുമ്പോൾ അത് വരും. നിങ്ങൾ പറയണ ലക്ഷ്മി എന്തൊക്കെയോ മറച്ചു വെച്ചു എന്നല്ല പറഞ്ഞേക്കണേ. ഞാൻ
പറഞ്ഞേക്കണ അങ്ങനെയല്ല. ലക്ഷ്മി ഒന്നല്ലെങ്കിൽ എല്ലാം അറിയാം. ലക്ഷ്മിക്ക് ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മൈൻഡ് മാപ്പിംഗ് ചെയ്തിട്ട് നിങ്ങളുടെ ഉത്തരം നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ അത് ഞാൻ പറയും. അതിന്റെ നിങ്ങളെ കൂടി സഹായിക്കാത്ത അല്ല ആദ്യം നിങ്ങളെ കൂടി സഹായിക്കാത്ത ലക്ഷ്മിനെ കൊണ്ട് ക്രൈംബ്രാഞ്ചിൽ ഉത്തരം പറയുന്നത് ഞാനല്ലോ. അല്ലല്ല അതല്ല നിങ്ങൾ ബ്രെയിൻ മാപ്പിംഗ് നിങ്ങളെ കൊണ്ട് സഹായിക്കാത്ത മീഡിയക്കാർ പറഞ്ഞിട്ടാണ് ലക്ഷ്മി ക്രൈംബ്രാഞ്ചിൽ പോയത്. മീഡിയക്കാർ പറഞ്ഞിട്ട് അത് എനിക്കറിയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൈൻഡ് മാപ്പ് ചെയ്യും. അല്ല അതൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്യിക്കണം. എന്തിന് നിങ്ങൾ ചെയ്യണം? നിങ്ങൾ മീഡിയക്കാരല്ലേ, നിങ്ങൾ പറഞ്ഞ് ചെയ്യിക്കണം. അല്ലാണ്ട് എന്തിനാ ചെയ്യണമെന്ന് ചോദിക്കേണ്ട കാര്യം. ചെയ്യേണ്ട എൻ്റെ ആവശ്യമാണ്, ബാലുവിന്റെ മാതാപിതാക്കളുടെ ആവശ്യമാണ്. കലാഭവൻ ശോഭിക്ക് എന്ത് ലാഭമാണ് ഈ ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാക്കുന്നതുകൊണ്ട് കിട്ടുന്നത്? എനിക്ക് ഒരു ഗുണം കിട്ടാനില്ല. പക്ഷെ ഞാൻ കണ്ട് സത്യം തെളിയിച്ചിട്ടേ പോവുള്ളൂ. അതിന് ചാനലുകാരല്ല ആരും ഒന്നല്ല. എന്ത് സത്യം കണ്ടെന്നാണ് ഈ അല്ല നമ്മൾ ഇപ്പൊ ഈ ഇവിടെ നിങ്ങളോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ, എന്തോ ആയിക്കോട്ടെ ആ കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ ആ കാര്യങ്ങൾ സത്യാതെ തെളിയിച്ചിട്ട് തന്നെ പോവുള്ളൂ. അതായത് അല്ലാതെ എന്തോ ആയിക്കോട്ടെ അത് റിപ്പീറ്റ് ചെയ്യണ്ട. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇട്ടോ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇട്ടോ. ഇപ്പൊ പറയണ്ടാന്ന് നിങ്ങളുടെ ഇതിനകത്തുണ്ടല്ലോ, റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇട്ടോ, പറഞ്ഞു എന്നാന്ന് ഇട്ടോ, അത് കഴിഞ്ഞിട്ട് സംസാരിച്ചോന്നേ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അല്ല നിങ്ങൾ എന്തോ സത്യം തെളിയിക്കാൻ പോകാൻ തെളിയിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഇതേമാതിരി തന്നെ ചോദിക്കണം, എന്നോട് ചോദിക്കണം. അത് ചോദിക്കണം, അതാണ് അന്തസ്. അത് നിങ്ങൾ ചോദിക്കുക, അത് അന്നേരം നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. അതിന് വേറെ തടസ്സമൊന്നുമില്ലല്ലോ. അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ് ഈ ചാനലുകൾക്കൊക്കെ ഒരു വിചാരമുണ്ട് ഒരാളെ പറഞ്ഞ് തോപ്പിച്ചു എന്നാൽ അത് നിങ്ങളുടെ വെറും വ്യാമോഹം കേട്ടോ. എൻ്റെ കേസിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി അതിനെക്കുറിച്ച് കമൻറ്റ് വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ 6 വർഷം ഞാൻ കേട്ട അത്രയും കമൻറ്റ് ഞാൻ കേൾക്കില്ല. 6 വർഷം അല്ല നിൽക്ക് ഒന്നും മിണ്ടാണ്ടിരിക്കും. നിങ്ങൾ നോക്ക്, നിങ്ങളൊക്കെ മറിഞ്ഞിരിക്കണവരാ, ഞാൻ പബ്ലിക്കിൽ ഇറങ്ങുന്ന ആൾക്കാരാ, നിങ്ങൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് കളിക്കണവരാ. നമ്മൾ പബ്ലിക്കിൽ അല്ലല്ല നിൽക്ക്, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റുഡിയോ ചെന്നിട്ട് ഇത് ഏറിയാണ് നിങ്ങൾ ആരും അറിയണില്ല. പക്ഷെ നമ്മൾ പുറത്തിറങ്ങി നടക്കണ ആൾക്കാരാ. അപ്പോൾ അങ്ങനെ നടന്നിട്ട് നമ്മൾ അനുഭവിച്ച 6 വർഷം അനുഭവിച്ച അത്രയും തിക്താനുഭവങ്ങൾ ഇനി എനിക്ക് ഉണ്ടാവില്ല ഈ കേസിൽ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ച് വിഷയമൊന്നുമല്ല അതിൻ്റെ അകത്ത്. അല്ല ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കളെ കുറിച്ച് ഇതിന് മുന്നേ നിരവധി കേസുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ വിസ തട്ടിപ്പുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾ കലാഭവനോട് കൂട്ടി പറയണം. വിസ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ കലാഭവൻ്റെ അതിലുള്ള പങ്കുകൂടെ പറയണം. അതായത് നിങ്ങൾ അന്വേഷിക്കുക ആദ്യം. 1987 തൊട്ടുള്ള കലാഭവൻ്റെ വിദേശ പര്യടനങ്ങൾ അന്വേഷിച്ചിട്ട് അല്ലല്ല നിൽക്കുക, അത് കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ട കാര്യമുള്ളൂ. ഇല്ലല്ല കലാഭവൻ ശോഭി അല്ല നിൽക്കുക അല്ല കലാഭവൻ ശോഭി എന്ന് പറയുമ്പോൾ ഞാൻ പറയണ കേക്ക്. കലാഭവൻ ശോഭി എന്ന് പറയുമ്പോൾ ഇപ്പറ കലാഭവൻ എൻ്റെ അപ്പൻ്റെ പേരല്ല എഴുതേക്കണ കലാഭവൻ. അപ്പൊ ആ പേരാണ് എൻ്റെ അപ്പൻ. അപ്പൊ അതിനുണ്ടാ അവിടെ നിന്നുണ്ടായതാണ് കേസ്. അപ്പൊ അത് നിങ്ങൾ അന്വേഷിക്കണം. താങ്കൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ബ്രെയിൻ മാപ്പിംഗ് നടത്തണം എന്നുള്ള കാര്യമാണ്. എന്താണ് ബ്രെയിൻ മാപ്പിംഗ്? എന്താണ് അതുകൊണ്ട് നേടാൻ പോകുന്നത്? എന്താണ് അതുകൊണ്ട് ലഭിക്കാൻ പോകുന്നത്? ഞാനിത് 9 മാസം മുമ്പ് ആവശ്യപ്പെട്ട, അല്ല ഇന്നലെ വന്ന് ആവശ്യപ്പെട്ടല്ല, മാർച്ച് 15-ാം തീയതി CBIയുടെ ഓഫീസിൽ പോയി എഴുതി കൊടുത്തേക്കണെയാണ് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം, അത് ലൈവ് ഇടണമെന്നും പറഞ്ഞുകൊണ്ട്. ആ ലൈവ് ഇടണമെങ്കിൽ മാത്രമേ നമ്മളതിന് സമ്മതിക്കുള്ളൂ. അത് ലൈവ് ഇടണം. അല്ലാണ്ട് ഇന്നലെ പറഞ്ഞ കാര്യമല്ല. അത് റെക്കോർഡിക്കലായിട്ട് അവർക്ക് മാർച്ച് 15-ന് തിരുവനന്തപുരത്ത് CBI ഓഫീസിൽ പോയി എഴുതി കൊടുത്തേക്കണതാണ് റെക്കോർഡിക്കലായിട്ട്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, അതായത് ബ്രെയിൻ മാപ്പിംഗ് ചെയ്യുന്നു, അതായത് CBI പല കേസുകളും ചെയ്തിട്ടുണ്ടാവും. കേസ് അങ്ങനെയല്ലേ തെളിയിച്ചേ? ഓക്കെ, അത് ലൈവായിട്ട് വിട്ടില്ലല്ലോ. അത് അവരുടെ സൗകര്യക്കുറവായിരിക്കും, അതെനിക്കറിയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ലൈവ് ഇടണം. നിങ്ങൾക്ക് ലൈവ് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതുകൊണ്ട് ഒരു പ്രശസ്തി ആഗ്രഹിക്കും. ആയിക്കോട്ടെ, എന്നാലും ആയിക്കോട്ടെ, സത്യം ജനങ്ങൾ കേൾക്കൂലേ? അല്ല CBI 4ാമത്തെ വട്ടം അന്വേഷിച്ചിട്ടാണ് അഭയ കേസ് തെളിഞ്ഞു. അത് 4ാമത്തെ കേസ് ബ്രെയിൻ മാപ്പിങ്ങിലൂടെ അവർ തെളിയിച്ചു അവർ സത്യമാണെന്ന് പറഞ്ഞു. അതെ. അപ്പൊ നിങ്ങളിപ്പോ പറയുന്നത് ലൈവായിട്ട് കൊടുത്തില്ലെങ്കിൽ CBI നുണ പറയുന്നു. അതിന്റെ കാരണം വെച്ചാൽ എന്റെ നുണ പരിശോധന നടത്തിയിട്ട് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ശരിയാന്ന് പറഞ്ഞു, പത്രക്കാരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നുണയാന്ന് പറഞ്ഞു, കോടതി കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞേക്കണു എൻ്റെ നുണ പരിശോധന നടത്തിയില്ല. ആ കള്ളക്കളി അവർ കളിച്ചുകൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞത്, അതല്ലാണ്ട് എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമല്ല. ഇതേ അട്ടിമറി ഇവിടെ നടക്കില്ല എന്ന് എന്താ ഉറപ്പ്? അന്വേഷണ ഉദ്യോഗസ്ഥരല്ലോ. അത് പിന്നെ ആരാണ് ഈ ചെയ്യുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കണത്? ഈ നുണ പരിശോധന കേൾക്കുമ്പോൾ ഈ ബിംബം ശിവന്റെ അമ്പലത്തിൽ കാളിരിക്കണ മാതിരി ആളിരിപ്പുണ്ട് അവിടെ. അതേമാതിരി ഇവർ വന്ന് നിൽക്കും, അല്ലാണ്ട് ഇവർ തന്നെയാണ് ചോദിക്കണത്. അതല്ലേ പറഞ്ഞു, ഒന്നാമത് അന്വേഷിച്ചതും 2ാമത് അന്വേഷിച്ച ആളുകളല്ലോ. അല്ല വകുപ്പൊന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അഭയകേസ് ഉന്നയിച്ച വകുപ്പൊന്നു തന്നെയാണ്. അതെ, വകുപ്പൊന്നു തന്നെയാണ്. അവർക്ക് തെളിയിക്കണമെന്ന് തോന്നി കാണുന്നത് അവർ തെളിയിച്ചു. പിന്നെ അഭയ കേസിൽ വേറെ വ്യത്യാസമുണ്ട്. ഇതിന് പുറകെ നിന്ന് ആൾക്കാരൊക്കെ ഈ ലോകത്തുനിന്ന് കടന്നു പോയായിരുന്നു ആ സമയത്തിന്. 28 വർഷം കഴിഞ്ഞ കേസ് തെളിയണത്. 28 വർഷമായപ്പോഴത്തേനും അഭയയുടെ അമ്മയും അച്ഛനും അവരെ സ്വന്തത്തിൽപ്പെട്ട ഏകദേശം ഈ കേസിനെ കുറിച്ച് അറിയാവുന്നവരൊക്കെ കടന്നുപോയി. പിന്നെ ഉള്ള അന്ന് 1 വയസ്സുള്ള കൊച്ച് ഇപ്പോൾ 28 വയസ്സായപ്പോൾ കേൾക്കുമ്പോൾ ഏതാണ് അഭയ എന്നാന്ന് അറിയാൻ പാടാത്ത കണ്ടീഷനിൽ ആ കേസ് തെളിഞ്ഞത്. അതും ബ്രെയിൻ മാപ്പിങ്ങിടെ തെളിഞ്ഞ്. നിങ്ങൾ ചോദിച്ച ചോദ്യം നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് അവർ ലൈവ് കിട്ടില്ല. ഇതിനെതിരെ ശാഠ്യം പിടിക്കണം. അതിന് എനിക്ക് ഉത്തരവുണ്ട്. എൻ്റെ നുണപരിശോധന നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഇവർ പത്രക്കാരോട് പറഞ്ഞ് നേരെ മറിച്ച് ഇത് കൊടുത്തപ്പോൾ എനിക്ക് നുണപരിശോധന നടത്താൻ സാധിച്ചില്ല, പൾസ് പോലും റീഡായില്ല എന്ന് കൊടുത്താൽ ഈ അട്ടിമറി ഇവിടെ നടക്കുമെന്ന് ഓർത്തുകൊണ്ട് മാത്രം, അല്ലാണ്ട് വേറെ ഒന്നും ഓർത്തുകൊണ്ടല്ല. താങ്കൾക്ക് കോടതിനെയോ അല്ലെങ്കിൽ ജഡ്ജിനെയോ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഏതെങ്കിലും വകുപ്പുകളോ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരും മതി എന്നല്ലാതെ ലൈവ് തന്നെ വേണമെന്ന് പറയാനുള്ള കാരണം
അല്ല ലൈവ് അല്ലാണ്ട് പിന്നെ എന്നെ ജനത്തിനയിലേക്ക് എത്തിക്കാൻ എന്താ പിന്നെ മാർഗം? അതിന് കോടതി കോടതി അതിനെ വന്ന് നിൽക്കുമോ? കോടതിക്ക് ഓർഡർ എഴുതാനേ പറ്റുള്ളൂ. കോടതിയെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ കോടതി വിശ്വാസം ഉള്ളതുകൊണ്ട് ഇപ്പോൾ കേസ് ഇപ്പോൾ രണ്ടാമത് വന്നത്. ഞങ്ങൾ കൊടുത്ത ഞാനും ഈ ബാലുവിൻ്റെ അച്ഛനും കൂടി കൊടുത്ത പരാതിയിലാണ് പുനരന്വേഷണം വന്നത്. അപ്പോൾ വിശ്വാസമില്ലാണ്ടാണ് പുനരന്വേഷണം വന്നത്. അത് ഇപ്പോൾ CBIയുടെ നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. ഇതിന് നമ്മൾ ബ്രെയിൻ മാപ്പ് ചെയ്യണമെന്ന് കോടതിയോട് പറഞ്ഞെങ്കിൽ CBI തള്ളണം. ഈ നമ്മൾ കൊടുത്ത അപേക്ഷ അവർ തള്ളണം. തള്ളി തരട്ടെ, അപ്പോൾ നമ്മൾ കോടതിയെ സമീപിക്കും. അല്ല, താങ്കൾ 9 ഈ കേസ് കൊടുത്തു, പുനരന്വേഷണം വെച്ചു, 9 മാസമായിട്ട് CBIയോട് ആവശ്യപ്പെടുന്നു. CBI ഇതിനുള്ള മറുപടി തരുന്നില്ല, തയ്യാറാകുന്നില്ല. ഇപ്പോൾ CBI തയ്യാറായാലും ലൈവ് കൊടുക്കാൻ അവരെ നിയമത്തിൽ പറയുന്നില്ല എന്ന് അവർ പറയുന്നു. അപ്പോൾ അത് വേണമെന്നാണ് താങ്കൾ പറയുന്നത്. അപ്പോൾ ഇത് താങ്കൾ പറയുന്ന പോലെ CBI വർക്ക് ചെയ്യണമെന്നാണ്? അല്ല, അങ്ങനെ നമ്മൾ പറഞ്ഞില്ല. അവർക്ക് പറ്റില്ല എന്നുള്ള കാര്യം അവരല്ല വർക്ക് ചെയ്യേണ്ടത്, കോടതിയെ തീരുമാനിക്കണത് വേണോ വേണ്ടതെന്ന്. അപ്പോൾ അവർ കോടതിയിൽ റിപ്പോർട്ട് ഇപ്പോൾ 27-ാം തീയതി വരുന്നുണ്ട്. അവർ പറയട്ടെ, അവർ തള്ളട്ടെ, അവർ പറ്റില്ല എന്ന് പറയട്ടെ. അപ്പോൾ നമുക്ക് കോടതിയെ നമുക്ക് സമീപിക്കാൻ നമുക്ക് റൈറ്റ് ഉണ്ടല്ലോ. അപ്പോഴല്ലാണ്ട് CBIക്ക് അത് കൽപ്പിക്കാനുള്ള അനുവാദമൊന്നും നിങ്ങൾ പറഞ്ഞ മാതിരി ഇല്ല. CBIക്ക് ഇപ്പം നിശ്ചയിക്കാൻ പറ്റില്ല, അവർക്ക് അവരുടെ പരിധിയുണ്ട്. പക്ഷേ കോടതിക്ക് നിർദ്ദേശിക്കാമല്ലോ, ഇയാളുടെ ബ്രെയിൻ മാപ്പ് ചെയ്യുക, അത് ലൈവ് ഇടുന്നതെന്ന് പറയാം. കോടതിക്ക് അനുവാദമുണ്ട്, അത് ചെയ്യട്ടെ. ബ്രെയിൻ മാപ്പിങ്ങിലൂടെ ആണെങ്കിൽ കൂടിയും താങ്കൾ ആദ്യം ഒരു സ്ഥലത്ത് കുറച്ച് ആളുകളെ കണ്ടു, അവർ മർദ്ദിക്കുന്നതായിട്ട് കണ്ടു. അതിനുശേഷം ഒരു ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് അതേ ആളുകളെ കണ്ടു. ഇത്ര മാത്രമാണുള്ളത്. ഇത്ര മാത്രത്തിലൂടെ ഒരു കൊലപാതകം അല്ല, അത്ര മാത്രമല്ല ഉള്ളൂ. ആ കണ്ട ആൾക്കാരുടെ പേരും പറയും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച കുറേ ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഈ 6 വർഷത്തിൻ്റെ ഇടയ്ക്ക് ചുറ്റിപ്പറ്റി നടന്ന ആൾക്കാർ, അവരെ പേരും പറയും, അതും പറയും. അപ്പോൾ താങ്കളോട് പറഞ്ഞ് വെള്ള വസ്ത്രങ്ങളിട്ട ആൾക്കാർ അവരൊക്കെ അറിയാം. ഞാൻ പറഞ്ഞ നമ്മൾ കണ്ട അല്ല, അതൊന്നും ഞാൻ ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മൾ പറയേണ്ട കാര്യമല്ല. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞില്ല, രാഷ്ട്രീയക്കാരുടെ ബന്ധുക്കാരാണെന്ന് കൊച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞേക്കണേ. അങ്ങനെയല്ല, താങ്കളൊരു വൺ ഇന്ത്യ മലയാളം എന്ന് പറഞ്ഞൊരു ഇതിൽ അഭിമുഖത്തിൽ പറഞ്ഞ് രാഷ്ട്രീയക്കാർക്ക് ബന്ധമുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ്റെ കാര്യം ചോദിച്ചു. അങ്ങനെയാണ് ചോദിച്ചത്, മകൻ്റെ കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ കാണുമായിരിക്കും. അപ്പോൾ ആളുടെ പേര് എന്തോ കണക്ക് കുടിച്ചാൽ മറിച്ച് എനിക്ക് ആ ചോദ്യം ചോദിച്ചാൽ ഞാൻ മറുപടി പറയില്ല എന്ന് തന്നെ പറഞ്ഞാൽ അത് അവിടെ അവസാനിപ്പിച്ച കാര്യം. അതുകൂടാതെ മലയാളി വാർത്ത എന്ന് പറഞ്ഞാൽ മലയാളി വാർത്തയുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. അത് ഇതേമാതിരി ലൈവ് ഇൻ്റർവ്യൂ എടുത്താണ്. അവർ ലൈവ് പോകണമായിരുന്നത്, ലൈവ് തന്നെയായിരുന്നു, എഡിറ്റ് ചെയ്ത പരിപാടിയല്ല, അത് ലൈവ് പോയിക്കൊണ്ടിരുന്ന പരിപാടി. അതിനകത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, അത് ഞാൻ പറയാം, സമയമായിക്കോട്ടെ എന്ന് പറഞ്ഞു. അന്ന് രാഷ്ട്രീയക്കാരുണ്ടെന്നാണ് താങ്കൾ? രാഷ്ട്രീയക്കാരെന്നല്ല പറഞ്ഞത്, രാഷ്ട്രീയക്കാർ ആരെങ്കിലും ഉണ്ടോയെന്ന് ആ കൊച്ചു ചോദിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു രാഷ്ട്രീയക്കാരല്ലല്ലോ, രാഷ്ട്രീയക്കാരുടെ മക്കൾ രാഷ്ട്രീയക്കാരെന്ന് പറയാൻ പറ്റുമോ? അല്ല, അതെങ്ങനെയാണ് ഞാൻ പറയുന്നത്, ഓരോരുത്തർ ഓരോ പ്രൊഫഷനിൽ. താങ്കൾ പറഞ്ഞത് TV-യിൽ വന്ന് സ്ഥിരമായിട്ട് സംവാദങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഫെമിലിയറായ മുഖമുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയക്കാരനായിരിക്കണം എന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കണേ, TV-യിൽ വന്ന് ഫെമിലിയറായിട്ട് നിൽക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ആൾക്കാർ എത്ര പേരുണ്ട്? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. രാഷ്ട്രീയ സംവാദത്തിൽ പങ്കെടുക്കുന്ന അല്ല, രാഷ്ട്രീയ സംവാദത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ രാഷ്ട്രീയക്കാർ വേണമെന്നുണ്ട്, എത്രയോ പേരുണ്ട്. അല്ലാതെ ഞാൻ ഇപ്പോൾ പേര് പറഞ്ഞ് തുമ്പത്ത് വരും, അതുകൊണ്ട് പറയണില്ല. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് വിട്ടോ, അത് വിട്ടണമെന്ന് വെച്ചാൽ അത് പറയേണ്ടടുത്ത് പറയാന്നേ. പിന്നെ ഇത് പറയേണ്ട 2 ആൾക്കാരുണ്ട്, അവരെ ഞാൻ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇത് രാമകർത്ത അഡ്വക്കേറ്റ്, ബാലുവിൻ്റെ അച്ഛൻ. അല്ല, ഇതിനു മുമ്പുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണങ്ങളിലും ബാക്കിയുള്ള CBIയുടെ അന്വേഷണങ്ങളിൽ ഈ ആളുകളുടെ എല്ലാ പേര് താങ്കൾ അല്ല, ക്രൈംബ്രാഞ്ച് കാര്യമായിട്ടൊന്നും അന്വേഷിച്ചില്ല. നമ്മുടെ അടുത്ത് വിളിച്ചു ഇല്ലെന്ന് ചോദിച്ചില്ല. ഈ CBIക്കാരോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഫോട്ടോസ് കാണിക്കാനാണ് പറഞ്ഞത്. അവരാവട്ടെ എന്നും പറഞ്ഞുകൊണ്ടിരുന്നു, കുറച്ച് ഫോട്ടോസ്. അപ്പോൾ അങ്ങനെയാണ് CBI കാണിക്കാത്ത ഫോട്ടോസ് എങ്ങനെ DRIക്കാർ കാണിച്ചത് എങ്ങനെയാണ്? അല്ല, ഞാൻ ചോദിച്ചത് താങ്കൾ ബ്രെയിൻ മാപ്പിങ്ങിലൂടെ കുറച്ച് ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തും അല്ലെങ്കിൽ പറയപ്പെടും എന്നാണ് താങ്കൾ പറയുന്നത്. അപ്പോൾ ആ പേരുകൾ എന്തുകൊണ്ട് CBIയോട് പറഞ്ഞില്ല? അല്ല, CBIയോട് ഞാൻ പറഞ്ഞതിന് അവർ ഫോട്ടോസ് കാണിച്ചെന്ന് ചൂണ്ടിക്കാണിക്കില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ DRIക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തല്ലോ, അതിൽ പേര് ഉൾപ്പെടെ അവർക്ക് കിട്ടിയില്ലേ? അല്ല, അതെങ്ങനെയാണ് ഞാൻ ചോദിക്കണേ? താങ്കൾക്ക് വ്യക്തമായിട്ട് അതെന്തിനാണ് ഞാൻ ചോദിക്കണേ? ചോദിച്ചാൽ മാത്രം ഞാൻ അതത്രേ ഉള്ളൂ, ചോദിച്ചാലേ പറയുള്ളൂ. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പോൾ ഒരു പരമേശ്വരൻ എന്നൊരു പേര് പറഞ്ഞു, ഒരു പരമേശ്വരനെ അവരെ കണ്ടു. ഏത് പരമേശ്വരനെ അവർ പോയി കണ്ടെത്തണത്? അല്ല, ഏത് പരമേശ്വരനെ അവർ പോയി കണ്ടെത്തണത്? അല്ലല്ല, നിക്ക്, എനിക്കറിയില്ലോ. എനിക്ക് അങ്ങനെ നിങ്ങൾ കണ്ട ഒരാൾ, എനിക്ക് കണ്ട ആളുടെ പേര് എനിക്കറിയില്ലോ. ഫോട്ടോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. താങ്കൾ ബ്രെയിൻ മാപ്പിൽ പേര് പറയുന്നു പറഞ്ഞു. പേര് പറയാം, അത് കഴിഞ്ഞ് ഇപ്പോൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. DRIക്കാരുടെ നിന്ന് പേപ്പർ കിട്ടി, സാധനം കണ്ടു, ഫോട്ടോ കണ്ടു. ബാക്കി ഇത്രയും വർഷം നിൽക്കുമല്ലോ, ഇപ്പോൾ പേരുണ്ട് എൻ്റെ കയ്യിൽ. അന്ന് പേരില്ല, അതുകൊണ്ടാണ് DRIക്കാർ ഫോട്ടോസ് കാണിച്ചത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേരുകളൊന്നും അറിയാൻ പാടില്ല, ഫോട്ടോസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫോട്ടോസ് കാണിച്ചു കൊടുത്തേ. താങ്കൾ പറഞ്ഞു അച്ഛനെയും അമ്മയും ബന്ധപ്പെട്ടു, സംസാരിച്ചു, ബാലഭാസ്കറിൻ്റെ അച്ഛനോടും അമ്മയുടെയും സംസാരിച്ചു, അച്ഛനോട് സംസാരിച്ചിരുന്നു. ലക്ഷ്മിയെ എപ്പോഴെങ്കിലും സംസാരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു? ഇല്ലല്ല, എനിക്ക് എന്തിനാ അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ടാണ്? അവരല്ലേ ബന്ധപ്പെടുന്ന വേണ്ടെങ്കിൽ, അല്ല അവരല്ലേ വേണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ബാലഭാസ്കറിൻ്റെ അച്ഛനെയും ബന്ധപ്പെടുന്നത് അവരല്ലായിരുന്നു താങ്കളെ ബന്ധപ്പെട്ടത്? ഞാൻ ഒരു പ്രാവശ്യം അവരെ വിളിച്ചോളൂ, പിന്നെ അവരെന്നെ ബന്ധപ്പെട്ടത് ഒറ്റ പ്രാവശ്യം ഞാൻ വിളിച്ചോ. ലക്ഷ്മിയെ വിളിച്ചോ? ഞാനോ? ഇല്ല, എനിക്ക് അവരുടെ നമ്പർ പോലും അറിയാൻ പാടില്ല. ഒരു പ്രാവശ്യം ബാലഭാസ്കറിന്റെ അച്ഛനെ വിളിക്കാൻ കാണിച്ച ഒരു ഇത് പോലും. അച്ഛനാണ് നമുക്ക് ഇമ്പോർട്ടന്റ്, അല്ലാണ്ട് ഭാര്യയല്ല. എന്നെ സംബന്ധിച്ച് അതാണ്. ആ പുള്ളിയാണ് TV-യിൽ വന്ന്. അല്ലെന്നേ, ഇവരുടെ കുടുംബ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് അറിയണത് പിന്നീടാണ് ഞാൻ അറിയണത്.
ബാലുവിൻ്റെ അച്ഛനെ വിളിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിച്ചേട്ടനാണ് ചാനലിൽ വന്നിരുന്ന് പറയണത് എൻ്റെ മകനെ കൊന്നാന്ന്. അപ്പോൾ പിന്നെ ഞാൻ ഭാര്യനെയാണ് വിളിക്കേണ്ടത്. ഇവർ തമ്മിൽ വഴക്കാണോ സ്നേഹമാണോ എന്നൊന്നും എനിക്ക് ആ സമയത്ത് അറിയില്ല. എനിക്കെന്നല്ല, ജനങ്ങൾക്ക് പോലും അറിയില്ല. ജനങ്ങൾക്ക് ഇപ്പോഴാണ് ഈ കഥകളൊക്കെ ഇവർ വീട്ടിൽ കുടുംബ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് അറിയണത്. എനിക്ക് തോന്നുന്നത് 2 മാസമൊക്കെ അല്ലെങ്കിൽ 3 മാസമൊക്കെ ആയി കാണുമല്ലോ അറിയണത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവിടെ കിടക്കുന്ന ആളെങ്ങനെയാണ് അറിയണത്? അപ്പോൾ അങ്ങനെ ഉണ്ണിച്ചേട്ടൻ വന്നിരുന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിച്ചേട്ടനെ ഞാൻ വിളിച്ചു പറഞ്ഞു, പുള്ളിക്കാരനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അത് പറയേണ്ട കാര്യം പറഞ്ഞു. പിന്നെ പുള്ളിയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്, വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ലക്ഷ്മി നുണ പറഞ്ഞായിട്ട് ചേട്ടനോ? എനിക്കറിയില്ല അതിനെക്കുറിച്ച്. നമ്മളതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം അവരുടെ അവർക്ക് താങ്കൾ പറയുന്ന പോലെ ഒരു വണ്ടിയെ, അതായത് താങ്കൾ അപകടത്തിൽപ്പെട്ടു എന്ന് കണ്ട വാഹനം കുറച്ച് കിലോമീറ്ററുകൾക്ക് മുന്നേ വേറെ ഒരു കൂട്ടം ആളുകൾ ആക്രമിച്ചതായിട്ട് താങ്കൾ കണ്ടു എന്ന് പറയുന്നു. ആ വണ്ടിയാണ് കാരണം. ആ വണ്ടിയാണെന്ന് കാരണം അതിൻ്റെ ബ്ലാക്കിലെ ഗ്ലാസ്സിന് താങ്കൾ പൊട്ടിച്ച പോലെ, ജാക്കി എടുത്ത് പൊട്ടിച്ച പോലെ പൊട്ടൽ അപകടത്തിൽപ്പെട്ട വണ്ടിക്ക് ഉണ്ടായിരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സെയിം വണ്ടിയാണ്, അതേ ആൾക്കാർ, രണ്ടിടത്ത് കണ്ട ഒരേ ആൾക്കാർ. പക്ഷേ ലക്ഷ്മി പറയുന്ന വാഹനത്തിലൊരു സ്ഥലത്ത് നിന്ന് ജ്യൂസ് കുടിച്ചതിന് ശേഷം ബാലഭാസ്കർ എന്നോട് ജ്യൂസ് വേണോ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ കിടന്നു. ജോണ്ടീസ് ആയിരുന്നു, ഞാൻ കിടന്നു. അപകടത്തിന് ശേഷം അപകടം ഉണ്ടാകുന്ന ശേഷം അമിത വേഗത്തിൽ കൊണ്ടുവന്ന വണ്ടി പിടിച്ചു നിർത്താനൊക്കെ ശ്രമം നടത്തി അപകടത്തിൽപ്പെട്ടു. അത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. ഇതിന് മുന്നേ ഒരു തർക്കങ്ങൾ ഉണ്ടായതോ അല്ലെങ്കിൽ അടിപിടി ഉണ്ടായതോ ഒന്നും അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. താങ്കൾ പറയുന്ന അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു? ഞാൻ കണ്ട കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു അല്ല, അത് ആയിക്കോട്ടെ, അത് തെളിയിക്കേണ്ട ആരാ? ഞാനോ നിങ്ങളാണോ തെളിയിക്കേണ്ടത്? ഞാൻ നുണയാന്ന് പറഞ്ഞ് തെളിയിക്കട്ടെ, ഞാൻ നുണയാന്ന് പറഞ്ഞ് തെളിയിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ബ്രെയിൻ മാപ്പിങ്ങിന് ആർക്കത്ര വിഷമം ഞാൻ ചോദിക്കുന്നത്. എന്താണ് വിഷമം? ആർക്കും ഒരു നഷ്ടമില്ലാത്ത കാര്യം. ബ്രെയിൻ മാപ്പിംഗ് നടത്താമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും താങ്കൾ ആവശ്യപ്പെടുന്നത് അല്ലല്ല, നടത്താമെന്ന് പോലും പറയണില്ല. അവരൊന്നും പറയണില്ല. കൊടുത്ത ലെറ്ററിന് ഒരു മറുപടിയില്ല. അല്ലെങ്കിൽ അവർ പറയണം, നിങ്ങൾ പറഞ്ഞിട്ട് പറയണം ബ്രെയിൻ മാപ്പിംഗ് നടത്താം, ലൈവ് വിടാൻ പറ്റില്ല എന്ന് പറയണം. ഓക്കെ, സമ്മതിച്ചു. അപ്പോൾ നമുക്ക് കോടതി സമീപിക്കാം. കോടതി അതിന് ഓർഡർ തരുമോ തരാണ്ടിരിക്കുകയോ ചെയ്യാം. അപ്പോഴല്ലേ കാര്യം ക്ലിയർ ആവണേ. ഇതൊന്നും തന്നിട്ടില്ല. അവർ പേപ്പർ മേടിച്ച് അവിടെ വെച്ചിട്ടുള്ളൂ, ഒരു മറുപടിയും തന്നിട്ടില്ല. ഇപ്പോൾ കോടതിയിൽ 27-ാം തീയതി അറിയാം. ഈ 27-ാം തീയതി അറിയാം. കേസിൻ്റെ പുരോഗതി എന്താണ്? അല്ല, ഇപ്പോൾ കോടതിയിൽ കൊടുത്തേക്കും. അത് എന്നാന്ന് 27-ാം തീയതി നമുക്കും അറിയാൻ പറ്റുള്ളൂ. ഈ 27-ന് അറിയാൻ പറ്റുള്ളൂ. CBIയുടെ 2ാം പതിപ്പ് കൊടുത്തേക്കുന്ന റിപ്പോർട്ടിൽ എന്താണ് സംഭവിച്ചേക്കണെന്നുള്ളത് നമുക്ക് 27-ാം തീയതി അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ അവിടെ പേപ്പർ കൊടുക്കാണ്ട് നമുക്ക് മറുപടി കിട്ടില്ലല്ലോ. അതിൻ്റെ ഒന്നും കിട്ടുള്ളൂ. 27-ാം തീയതി അറിയാം. അപ്പോൾ 27-ാം തീയതി കൊടുത്തിട്ടുണ്ടെങ്കിൽ 28-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേനും കോപ്പി കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അന്ന് വൈകുന്നേരം കിട്ടും. അന്നേരത്തൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്കളുടെ ഈ പോരാട്ടം, കഴിഞ്ഞ 6 വർഷമായിട്ടുള്ള ഈ പോരാട്ടം വിജയത്തിലേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസകളും. വിജയിച്ച് കഴിയുമ്പോൾ വന്നം ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് നമുക്ക് പറയാനുണ്ടാവും അന്നും കഥകൾ കേട്ടോ. ഓക്കെ ബൈ.